നിന്നെല്ലാം വിഗ്രഹം ഇറക്കിക്കളഞ്ഞു. അടുത്ത വിഗ്രഹം ഞാൻ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഇതിനോട് ഇന്നിങ്ങനെ പ്രാർത്ഥിക്കുക. അന്നേരത്തിന് ഈ ഒരു കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ആളി അങ്ങോട്ട് കത്തുകയാണ്. ആളി കത്തണ ദർശനം കാണുക. എന്നിട്ട് അതിങ്ങനെ എന്റെ മുൻപിൽ ചാടിയിട്ട് വയറിന്റെ ഭാഗം വട്ടം ഒടിഞ്ഞു കിടക്കുന്നു. അങ്ങനെ കാണാം ആണി അടിച്ചു വെച്ചിരിക്കുന്ന ഈ കുരിശിങ്ങനെ ചാടും. അത് ചാടിയൊന്നൊന്ന് കണ്ണ് തുറക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തയുണ്ട്, പക്ഷെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പാടിക്കൊണ്ടിപ്പോ മോൻ എന്നെ വിളിച്ചിട്ട് പറയാം, അമ്മച്ചി യേശുവപ്പൻ താഴെ വീണു, യേശുവപ്പൻ താഴെ വീണു. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ കാർത്തിയായിനി ഗോപാലനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥനയോട് ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ കാർത്തിയായിനി ഗോപാലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് കാർത്തിയാനി ഗോപാലൻ. ഞാൻ താമസിക്കുന്ന എറണാകുളം ജില്ല കോലഞ്ചേരി അടുത്ത് ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ ഭർത്താവും, രണ്ട് മോനും മോൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൂടിയാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. പിന്നെ എനിക്കൊരു മകളുണ്ട്. മകളെ കെട്ടിച്ചു. മകളെ കെട്ടിയിരിക്കുന്ന ഒരു പാസ്റ്ററാണ്, ജയിൽ മിനിസ്റ്ററാണ്. അവർക്ക് 3 കുഞ്ഞുങ്ങൾ. ഒരു പുല്ലുവഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ സന്തോഷ സമാധാനമായിട്ട് ദൈവകൃപയാൽ ദൈവം നടത്തിക്കൊണ്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ എൻ്റെ ജീവിതത്തില് ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കോലഞ്ചേരി എന്ന പട്ടണത്തിന്റെ അടുത്താണ് എൻ്റെ സ്വന്തം നാട്. എൻ്റെ അച്ഛൻ്റെ പേര് ശങ്കരൻ, അമ്മയുടെ പേര് കുഞ്ഞുപെണ്ണ്. ഞങ്ങൾ 7 മക്കളാണ്. അതിൽ 5ാമത്തതാണ് ഞാൻ. എൻ്റെ നേരെ താഴെയുള്ളത് മരിച്ചുപോയി. എൻ്റെ ഒരു സിസ്റ്റർ ഞാനും മാത്രമാണ് രക്ഷയിലേക്ക് വന്നിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അച്ഛനും അമ്മയും ഇല്ല. അങ്ങനെ സന്തോഷ സമാധാനമായിട്ട് നല്ലൊരു വിശ്വാസം എന്ന് പറഞ്ഞാല് മറ്റുള്ള ഹൈന്ദവ വിശ്വാസത്തില് അമ്പലങ്ങളും അതുപോലെ വെച്ചുസേവാ മൂർത്തികളും പിന്നെ അല്പം മന്ത്രവാദങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളുള്ള പിന്നെ സ്ഥാനക്കാര് അങ്ങനെ എല്ലാമുള്ള ഒരു കുടുംബത്തിലും നല്ല ഒത്തിരി കഴിവും കാര്യങ്ങളും എല്ലാമായി സന്തോഷമായി കഴിഞ്ഞുകൂടിയ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നാണ് ഞങ്ങൾ. എന്നാൽ അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ 1985 എൻ്റെ വിവാഹം നടന്നു. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോറ്റാനിക്കര ദേശത്ത് നിന്നൊരു വിവാഹാലോചന വന്നു. അങ്ങനെ 85 എൻ്റെ വിവാഹം നടന്നു. 86 എനിക്കൊരു മോനുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ ചെന്ന വീടും അമ്പലം ഉള്ളതും ചോറ്റാനിക്കര അമ്പലത്തിന്റെ അടുത്താണ് താനും. അവിടെ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം ഞങ്ങൾക്കുണ്ട്, കുടുംബക്ഷേത്രമായിട്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് പോയി അവിടെ ചെന്നപ്പോൾ പൂജയും കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു പോന്നു. അവിടെ ഭയങ്കര ചിട്ടയുള്ള ഒരു കുടുംബമായിരുന്നു. ഇവിടത്തെക്കാളും ഭയങ്കര ചിട്ടയും കാര്യങ്ങളായിരുന്നു. ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളായിരുന്നു. 23 വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത്. അവിടെ ചെന്ന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടിന്റെ ഇടയിൽ ഞാനെല്ലാം സഹിച്ചു നിൽക്കാനുള്ള ദൈവകൃപ, അന്ന് വിശ്വസിച്ചിരുന്ന ദൈവങ്ങള് ഒക്കെ പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ ആയിരിക്കെ എനിക്ക് ഒരു മോനുണ്ടായി. 86 എൻ്റെ പ്രസവത്തിനായിട്ട് ഞാൻ വീട്ടിലേക്ക് എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ വന്ന് എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് അപ്പം അവിടെ അമ്മ എന്ന് പറഞ്ഞാല് ഞാൻ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് നമ്മൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അവര് പ്രതീക്ഷിച്ച പോലെയുള്ള അവസ്ഥകളൊന്നും അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ അവര് കുറെ സ്വത്ത് മോഹിച്ചാണ് കല്യാണം നടത്തിയത്. അപ്പൊ അത് പറഞ്ഞ സ്വത്തൊക്കെ കൊടുത്തു. അതുകൂടാതെ കുറെ സ്ഥലം ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് എന്നോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ എനിക്കൊന്നും പറയാൻ അറിയില്ലായിരുന്നു. അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടി പോയി. മോൻ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ല. അങ്ങനെ ഞാൻ മോന് ഒരു 90, 100 എല്ലാം കഴിഞ്ഞിട്ടും കൊച്ചിനെ കൊണ്ടുപോകുന്നില്ല, ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എല്ലാരും പറയുന്നു വലിയ വലിയ വീടുകളിൽ കെട്ടിച്ചിട്ട് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകാത്ത എന്ന് ചോദിക്കാനായിട്ട് ഇടയായി. ജനങ്ങളെല്ലാം വീട്ടുകാരും എല്ലാവരും അങ്ങനെ സംസാരം വന്നപ്പോ
ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു അമ്മ പറയുന്നു അച്ഛൻ അവിടെ ഒരു സ്ഥാനവുമില്ല, അച്ഛൻ ഭയങ്കര മദ്യപാനിയാണ്, അമ്മ പറയുന്നതാണ് അവിടുത്തെ കാര്യങ്ങള്. അപ്പൊ അമ്മ പറഞ്ഞു ഒരു കാരണവശാൽ ഇവിടെ വന്ന് കൊച്ചിവിടെ മലമൂത്ര വിസർജനം ഒന്നും ചെയ്യാൻ പറ്റില്ല, തോന്നുമ്പോ സമയത്തൊന്നും ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ വേറെ കഞ്ഞി വെച്ച് കുടിച്ച് കിടക്കണം, ഇവിടെ ഒരുമിച്ച് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അവിടെ അല്ലാതെ തന്നെ ജീവിതം ഒത്തിരി ഭാരമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് ചെന്ന് ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോരുന്നില്ല, എന്ന ഒരു കാര്യം ചെയ്യും, നമുക്ക് വാടകയ്ക്ക് എവിടെയെങ്കിലും പോയാലും ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു അമ്മ ഭയങ്കര കൂടോത്ര മന്ത്രവാദത്തിലും വീട്ടിലെ അമ്പലത്തിലെ വിഗ്രഹമൊക്കെ തലയും കുത്തിയൊക്കെ വെച്ച ഓരോ കാര്യങ്ങൾ ചെയ്യണത്, അപ്പൊ അതുകൊണ്ട് നമ്മളെ നശിപ്പിച്ച് കളയും, അതുകൊണ്ട് വാടകയ്ക്ക് പോയാൽ ഉള്ള സാധനങ്ങളും പോകും, നശിച്ചു പോകും എന്ന് പറഞ്ഞു. അന്ന് ഒരു ഇച്ചിരി സ്ഥലം വാങ്ങിക്കാൻ പറഞ്ഞ് എൻ്റെ സ്വർണം ഞാൻ ഊരി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ ചൂണ്ടി സ്ഥലത്ത് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ ഇടയായി. ആ പച്ച മണ്ണിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് അവിടെ ഇഷ്ടിക പിടിച്ച് ഒരു ചെറിയ വീട്, ഒരു തൊഴുത്ത് പോലെ ഒരു വീടുണ്ടാക്കി ഞങ്ങൾ അവിടെ താമസിക്കാൻ ഇടയായി. ചേട്ടൻ വർക്ക്ഷോപ്പ് പണിയാണ്, ഞങ്ങൾക്ക് സ്വന്തം വർക്ക്ഷോപ്പ്, അപ്പോട് വർക്ക്ഷോപ്പ് ഉണ്ട് തിരുവാങ്കുളത്ത്. അപ്പൊ അവിടെ പണിത 20 രൂപയാണ് അച്ഛൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ 20 രൂപയും കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കൂലാതെ വന്നപ്പോൾ വീടിന്റെ അടുത്തൊരു വർക്ക്ഷോപ്പിലേക്ക് മാറാനായിട്ട് ഇടയായി. അതോടുകൂടി അവര് വല്ല പ്രവർത്തികളെല്ലാം തുടങ്ങി. അമ്പലത്തിൽ പോകും, വഴിപാട് കഴിക്കലും. ഞാനും കുഞ്ഞും മരിച്ചിട്ട് ചേട്ടൻ തിരിച്ചു ചെല്ലാൻ വേണ്ടി അമ്മ ഒത്തിരി നേർച്ചയും വഴിപാടുകളൊക്കെ കഴിച്ചു തുടങ്ങി. അങ്ങനെ വന്ന് ഞങ്ങൾ ഈ ഒരു ഷെഡിൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എല്ലാവർക്കും വീടും കാര്യങ്ങളും ഉണ്ട്, നമ്മൾ ഈ പശുത്തൊഴുത്തിൽ കിടക്കുന്ന പോലെ കിടക്കുന്നല്ലോ, എനിക്ക് എല്ലാവരും വരുമ്പോൾ ഭയങ്കര വിഷമാണല്ലോ, ഒരു വീടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നാക്കിയിട്ട് എനിക്ക് അറിയാവുന്ന പണി എന്ന് വെച്ചാൽ കൊയ്ത്ത് പണി, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വയലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പണികളൊക്കെ അറിയാം, അതൊക്കെ ചെയ്യാനൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ തുരുക്കൂട്ടി കുറച്ച് പൈസകൾ ഉണ്ടാക്കിയിട്ട് ഈ വീടൊന്ന് പൊളിച്ച് പണിയാം എന്ന് കരുതിക്കൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വീട് പൊളിക്കുന്ന ദിവസം കുംഭമാസം ഭരണിയുടെ എന്നാണ് ഞങ്ങൾ പൊളിക്കുന്നത്. ഞങ്ങളുടെ അടുത്തൊരു കാവിൽ ഉത്സവമുള്ള ദിവസമാണ്. അത് പൊളിച്ച് ഷെഡ് വെച്ച് കെട്ടുന്നതെന്ന് ചേട്ടന് പെട്ടെന്നൊരു നടുവേദന വന്നു. ദൈവത്തിന് സ്തോത്രം. ആ നടുവേദന ഇപ്പൊ അടുത്തൊരു ഡോക്ടറുണ്ട്, അവിടെ ഇപ്പൊ ഷെഡ് കെട്ടിക്കൊണ്ടിരിക്കുന്നു. സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് മാറ്റുവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കും പോകാൻ പറ്റില്ല. അടുത്തുള്ള ഒരു കൊച്ചിനെ പറഞ്ഞു വിട്ടത് കൂടെ. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, എലിക്ക് ഇഞ്ചക്ഷൻ എടുത്തു. വീട്ടിൽ ചെന്നിട്ട് ചൂട് വെക്കാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് ചൂട് വെച്ച് കഴിഞ്ഞപ്പോൾ നടന്നു പോയാൽ മതി, തൊട്ടടുത്താ. അങ്ങനെ ചൂട് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് അങ്ങ് തടിച്ചിട്ട് ആള് ഭയങ്കരമായിട്ട് നീരങ്ങോട് വെച്ചു. നീര് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ശ്വാസം മുട്ടാണ്, മിണ്ടാനൊന്നും പറ്റാതെ വലിയ അവസ്ഥയിലായിട്ട് ഞാൻ പോവാന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, കുഞ്ഞിനെ നോക്കിക്കോളണമെന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, മിണ്ടൂലാത്ത അവസ്ഥ. ശരീരം വന്ന് വീർത്തു, കട്ടിലെല്ലാം നിറഞ്ഞു. ഞങ്ങളൊരു മലയിലാണ് വീട് വെക്കുന്നത്, അപ്പൊ വഴിയില്ല, തൊണ്ട ഉള്ളത്. അതിൽ കൂടി പണിക്കാരെല്ലാം കൂടി വലിച്ച് ചാടിച്ച് എടുത്ത് പറക്കി റോഡിലിറക്കി ഒരു ജീപ്പിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു മെഡിക്കൽ മിഷനിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ അയൽവക്കംകാർ പറഞ്ഞു മെഡിക്കലിൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ പെരമണി നടക്കൂല, അതുകൊണ്ട് വടോട ആശുപത്രി കൊണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുത്തിവെച്ച മരുന്ന് എന്താന്ന് ചോദിച്ചു, അതറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ വേഗം പോയി മരുന്ന് കുറിച്ചോണ്ട് വരാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ നിന്ന് അപ്പോഴേക്ക് 8 മണി രാത്രിയായി. ഞാൻ കുഞ്ഞിനെ അവരുടെ അടുത്ത് ആക്കിയിട്ട് എൻ്റെ കൂടെ ഉള്ളവരുടെ അടുത്താക്കിയിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പൊ ഡോക്ടർ അല്പം മാനസിക രോഗിയായിരുന്നു. ആ ഡോക്ടർക്ക് ഈ മാനസിക രോഗം വരുമ്പോ ആർക്കും മരുന്ന് കൊടുക്കില്ല. അപ്പൊ ഈ അസുഖത്തിന്റെ സമയത്താ ചേട്ടൻ ചെല്ലണത്. അപ്പൊ കുത്തിവെച്ചിട്ട് ആ മരുന്നും കുപ്പിയൊക്കെ ആ മേശപ്പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ വാതിൽ തള്ളി കയറി ചെന്ന് തുറന്നപ്പോ ഡോക്ടർക്ക് മരുന്ന് കൊടുത്തു. ഡോക്ടർ കമന്ന് കിടക്കുക കട്ടിലേല്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചേച്ചീനെ വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞു, ചേച്ചി അടുക്കളയിലായിരുന്നു. ചേച്ചി ഓടി വന്ന് അപ്പൊ സാറിനെ ഞാൻ കയ്യെ പിടിച്ചിങ്ങ് വിളിച്ചെണിപ്പിച്ചു. എണിച്ചിട്ട് പറഞ്ഞു, സാറേ എൻ്റെ ആള് പോയി, സാറ് കുത്തിവെച്ച മരുന്ന് എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും സാറങ്ങോട് ഒത്തിരി വയലന്റ് ആയി, ഭയങ്കര ബഹളായി. ചേച്ചി എന്നെ ഉന്തി തള്ളി പുറത്തിറക്കി. ഞാൻ പറഞ്ഞു, ചേച്ചി സാറിന്റെ കയ്യിലെ എൻ്റെ ഭർത്താവിന്റെ ജീവൻ, അതുകൊണ്ട് ചേച്ചി ഒന്ന് നോക്കുന്നു പറഞ്ഞു. മേശപ്പുറത്ത് ഒരു കുപ്പി കിടന്നു, ഒരു സ്രഞ്ചും കിടന്നു. ആ കുപ്പി എടുത്ത് തന്നു. അതുകൊണ്ട് വേഗം ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ അന്നേരം പറഞ്ഞു 4 കുപ്പി മരുന്നിന് കുറിച്ചു. ആ മരുന്ന് തൃപ്പൂണിത്തുറ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ ഓട്ടോറിക്ഷക്കാരൻ തന്നെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുത്ത് വെളുപ്പിന് 4 മണിക്ക് ബോധം വീണു. ബോധം വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെ വടോട ആസ്പത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് ഈ നടുവിന്റെ എലിയിൽ ആ മരുന്ന് കിടന്ന് പഴുത്തു. 3-ാം ദിവസം കീറിയപ്പോഴും 1.5 ലിറ്റർ പഴുപ്പായിരുന്നു നടുവിന്റെ. അവിടെ നിന്ന് കിഡ്നി വരെ കാണാൻ, ഒരു കൈ അങ്ങ് ഇറങ്ങിപ്പോ ഒരു ദ്വാരം. അങ്ങനെ അവിടെ 6 മാസം കമന്ന് കിടന്നു.
വായിലെല്ലാം ബാൻഡേജ് ഒട്ടിച്ചേക്കണ അവസ്ഥയായിരുന്നു. കാരണം ആസെറ്റ് കുടിച്ചാൽ എങ്ങനെയാണ് അതുപോലെ നാവും ചുണ്ടും എല്ലാം അടന്നടന്ന് പോരും പോലെയാ. അപ്പൊ എല്ലാ ഇഞ്ചക്ഷൻ അല്ലാതെ ഒരു മരുന്നൊന്നും വായിക്കൂടെ കൊടുക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. അന്നേരത്തേന് ഈ ഡോക്ടർ പറഞ്ഞു ഈ മരുന്നുകൾ ഇഞ്ചക്ഷൻ മാത്രമായി ഇപ്പൊ എങ്ങനെ പൈസകൾ അങ്ങ് തീർന്നു. പിന്നെ പണി അവിടെ നിന്നു. അങ്ങനെ വാനം താത്തിയായിരുന്നു. ഒരു 200 കല്ലും കുറച്ച് ഉത്തരവും കഴുക്കൂലും എല്ലാം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവിടെ വെച്ച് നശിച്ചു കേട്ടോ. 3 മാസം നിന്ന് മഴ പെയ്തു. 6 മാസം ചേട്ടൻ കമന്ന് തന്നെ കിടന്നു വടവള ആസ്പത്രിയില്. അവിടെ നിന്ന് തിരിച്ചു പോന്നു. ആ തിരിച്ച് വീട്ടിൽ വന്നു. കാരണം കുറവൊന്നുമില്ല. ഈ പഴുപ്പ് ഉണങ്ങി നടുവേദന അവിടെ തന്നെ, ഒരു കുറവുമില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു നിങ്ങൾ പെരമണിയാൻ നോക്കിയപ്പോഴല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എവിടെയെങ്കിലും പോയി നോക്കുന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛൻ മന്ത്രവാദി അതേപോലെ സ്ഥാനക്കാരനും എല്ലാമാണ്. അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് തൂമ്പ കഷായ പറ്റുള്ളൂ, എന്റെ കയ്യിൽ മരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ വിചാരിച്ചു ഞാൻ അവര് പൈസയൊക്കെ മുടക്കേണ്ട വരുമെന്ന് ഓർത്ത് അച്ഛൻ കൈയൊഴിഞ്ഞു. സഹോദരങ്ങൾ കൈയൊഴിഞ്ഞു. എല്ലാവരും നല്ല സാമ്പത്തിക രീതി ജീവിക്കുന്നവരാ. എല്ലാവരും കൈയൊഴിഞ്ഞു. അങ്ങനെ ഇവിടെ പറ്റില്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൈയൊഴിഞ്ഞു. അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പിന്നെ അയൽവക്കംകാര് ഒരു വല്യപ്പനും വല്യമ്മയാണ് ഞങ്ങൾ ഒത്തിരി സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത്. എൻ്റെ അയൽവക്കത്ത് തന്നെ അവര് എല്ലാരും കൂടി പറഞ്ഞ് പല സ്ഥലത്തും പോയി നോക്കിയപ്പോ അമ്മ ചെയ്തത് അവര് ചെയ്ത് ഇവര് ചെയ്തത് എങ്ങനെ വിറ്റാ പോലും തീരുമില്ലാത്തോണം മന്ത്രവാദവും വഴിപാടും കഴിക്കാനാണ് ഓരോരുത്തരും പറയുന്നത്. ആ ചാർത്തെല്ലാം പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. വീട്ടിൽ പോയി പറയാന്ന് കരുതി ചോറ്റാനിക്കര ചെന്നു. അവിടെ ചെന്നപ്പോ അച്ഛനും അമ്മയും എന്നെ, അച്ഛൻ ഭയങ്കര സ്നേഹമായിരുന്നു. അച്ഛനും മദ്യപിച്ച് കിടക്കാൻ ഞാൻ ചെല്ലുമ്പോ അമ്മ പറഞ്ഞു ചത്തെങ്കിൽ കുഴിച്ചിട്ടേരെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ പീച്ചിമ്പിളി ഇളയതെന്ന് പറഞ്ഞ് അവിടെ നെയ്യും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കഷായം ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് വീണ്ടും വേദന കൂടി വടവട ആസ്പത്രിയിലാക്കി. ഞാൻ അവിടെ നിന്ന് ഇച്ചിരി പൊടിയേരിക്കഞ്ഞി കുടിച്ചു തുടങ്ങി. അവിടെ നിന്ന് വന്ന് ശകലം പൊടിയേരിക്കഞ്ഞി വെച്ച് കൊണ്ടുപോകാനായിട്ടുണ്ട്. വരുമ്പോഴേക്കും കൊച്ചിനെ കണ്ട് വന്നിട്ട് വെള്ളമില്ല. അടുത്ത് പോയി ഞാൻ ശകലം വെള്ളം കോരാനായിട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും അടുത്തൊരു പുള്ളിക്കാരി വിറക് ഒടിക്കുക. അവള് പറഞ്ഞു ചേച്ചി, അവളെ എൻ്റെ ആടിനെയും കോഴിനെയും ഒക്കെ നോക്കണേ. അവള് പറഞ്ഞു ചേച്ചി ഈ തോട്ടിയിലൊന്ന് പിടിക്കെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് തോട്ടിയെ പിടിക്കുകയല്ല, വലിയ വിറകായിരുന്നു. അത് വന്ന് തലയിലേക്ക് അടിച്ച് വീണിട്ട് ഇവിടെ 12 സ്റ്റിച്ച് തല ഒട്ടി വരെയും പൊട്ടി, ഇവിടെ 8 സ്റ്റിച്ച്. അങ്ങനെ ആ മരം വന്ന് അടിച്ച് വീണ് ഞാനും കിടപ്പായി. എന്നെ അവര് വലിച്ചു വാരി വടവൂട്ടി തന്നെ കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് കട്ടി. ചേട്ടനെ നോക്കണം, ഞാനിങ്ങനെ. അങ്ങനെ അവശതയായി, രണ്ടുപേരും അവശതയായി. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു 3 മാസത്തോളം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് തല വീണ്ടും പഴുക്കുകയാണ്. ഒത്തിരി മുടി ഉണ്ടായിരുന്നു. ആ മുടി ഇതിന് മറിഞ്ഞു കയറിയേക്കായിരുന്നു. അതിന്റെ എടുത്തു കളഞ്ഞില്ല, രക്തം കാരണം അതൊന്നും എടുത്തു കളയാൻ സ്റ്റിച്ചിട്ടത്. അങ്ങനെ പഴുത്ത് അവിടുന്ന് 3-ാം മാസം ഞങ്ങൾ വീട്ടിൽ പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ വീട്ടിലിരുത്തി. ചേട്ടൻ ആസ്പത്രി കിടക്കുന്നു, ഞാൻ വീട്ടിൽ വന്നിച്ച് കഞ്ഞി വെക്കാന്ന് തല കെട്ടി വെച്ചിരിക്കുക. അങ്ങനെ ഇവിടെ വന്ന് കൊച്ചിനെ തന്നെ, എൻ്റെ മോൻ 3.5 വയസ്സിൽ ആശാങ്കളരിയിൽ ഓല പിടിച്ച് പോന്ന മോനാണ്. നന്നായിട്ട് പഠിക്കും. എൻ്റെ ഇളയ ഞങ്ങൾ അക്കാഡമി ടീച്ചറാണ്. അവൻ്റെ കൂടെ ഒപ്പം തുടയിലിരുന്ന് സരിഗമയൊക്കെ കൊട്ടി പാടുന്ന ഒരു മോനായിരുന്നു. അങ്ങനെ ഇരിക്കെ കൊച്ചിനെ തന്നെ ഞാൻ വീട്ടിലൊരു ചാക്കിട്ട് ഇരുത്തിയിട്ട് കുറച്ച് താഴെ ദൂരെയാണ് വെള്ളത്തിനുള്ള വീട് നോക്കി എന്നാ കാണാൻ തൊണ്ട പോണം. ഞാൻ അങ്ങനെ അവിടെ പോയി വെള്ളം കോരിക്കൊണ്ട് വരുമ്പോ കുറച്ച് കളിസാധനമൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം കോരി ഞാൻ തോളത്ത് വെച്ചോണ്ട് പോരുമ്പോ ഇവന്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര കൂവല് കേൾക്കാം. ഇത് എന്താന്ന് ഓർത്ത് ഞാൻ ചില്ലും കൊണ്ട് കൈ മുറിഞ്ഞായിരിക്കും എന്ന് കരുതി ഞാൻ അവിടുന്ന് ഓടിയല്ല നടന്നു അല്ലാത്തോണം ഞാൻ വീടിന്റെ താഴെ തൊണ്ടിന്റെ ഈട്ടയിൽ നിന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും ഭയങ്കര കൂവല. ആ വെള്ളമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വേഗം കയറി വരുമ്പോ ഒരു വലിയ മഞ്ഞച്ചേര. ആ ചേര എൻ്റെ മോന്റെ കാലയിൽ ചുറ്റിയിട്ട് മുട്ട് വരെ ചുറ്റിയിട്ട് കുഞ്ഞു കിടന്ന് കൊച്ചും ചേരയും കൂടെ ഇങ്ങനെ കിടന്ന് പൊളയായി ഷെഡിനകത്ത്. ഷെഡ് പൂർത്തിയാക്കിയിട്ടില്ല കെട്ടി. അപ്പൊ അതിനകത്ത് കിടന്ന് പൊളയാണ്. 1 കോടി ദൈവങ്ങൾ, 33 കോടി ദൈവങ്ങൾ, കൃഷ്ണനും മറ്റേ എൻ്റെ മോനെ പൊക്കമുള്ള കൃഷ്ണനെയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കണേ. ഈ കാണാവുന്ന ദൈവങ്ങളുടെ ഇടയിൽ എൻ്റെ കൊച്ചു കിടന്ന് പൊളയാണ്. ഞാൻ കഞ്ഞി വെച്ചില്ലേലും ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവളാണ്. എന്റെ ദൈവമേ, ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അവിടെ നിന്ന് തന്നെത്താൻ ഇടിച്ചപ്പോഴേക്കും തലേന്ന് ചോര ഇങ്ങോട്ട് എടുത്തു. അപ്പോഴേക്കും ഈ ആൾക്കാരെല്ലാം ഓടി വന്നു. താഴേന്ന് ആൾക്കാർ ഓടി വന്നപ്പോ ഈ കൊച്ചു കിടന്നപ്പോൾ ഒരു പ്രകാരത്തിൽ എൻ്റെ കരച്ചിലേറ്റ് ചേര അഴിഞ്ഞങ്ങ് പോയി. കൊച്ചു വാ പൊളിച്ച വടി അങ്ങനെ നിന്നിട്ട് അടുത്തുനിന്ന് അമ്മച്ചി ഓടി വന്നിട്ട് ഒരു കാന്താരി മുളക് ഒടിച്ചിട്ട് കണ്ണിൽ അങ്ങ് കുത്തിയപ്പോഴാണ് ശ്വാസം കീഴ്പോട്ട് നിന്നത്. അവിടുന്ന് അന്ന് രാത്രി മുതൽ ഇവൻ സന്ധ്യയാകുമ്പോ 6 വയസ്സ് വരെ അവൻ പാല് കുടിച്ചു. അവൻ മാത്രം ഉള്ളത് കൊണ്ട് അങ്ങനെ അവൻ പാല് കുടിച്ചോണ്ടായിരുന്നത്. അന്നേരം അവന് 4.25 വയസ്സുണ്ട്, 5 വയസ്സാകുന്നതേ ഉള്ളൂ. അപ്പൊ ഇവന്റെ പേർക്ക്
രാത്രി സന്ധ്യ ആയപ്പോഴേക്കും കിടന്നുറങ്ങി. ഉറക്കത്തിൽ നിന്ന് എണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിങ്ങനെ മിഴിച്ച് നമ്മുടെ നേരിട്ട് നോക്കിയിട്ട് ഈ കഴുത്ത് ഇങ്ങനെ തിരിച്ച് അങ്ങ് കൊണ്ടുപോയിട്ട് ഈ കഴുത്ത് ഇവിടെ വരും. നമ്മൾ എത്ര പേര് പിടിച്ചാലും അങ്ങ് വരില്ല. എന്നിട്ട് ഒരു കൂവൽ അങ്ങോട്ട് പോകും. അപ്പോഴേക്കും നമ്മുടെ ജീവൻ പോകും. അങ്ങനെ പിന്നെ ആയി. ഒരു രക്ഷയില്ല, പോകാത്ത സ്ഥലങ്ങളില്ല. ഈ ഭൂമിക്ക് മുകളിൽ ഞാൻ കേറാത്ത ശബരിമല മാത്രമേ ഉള്ളൂ. അവിടെ പെണ്ണുങ്ങളെ കയറ്റൂലാത്തത് കൊണ്ട് ഞാൻ അവിടെ പോയില്ല. എന്നാലും നേർച്ചയും വഴിപാട് ഇഷ്ടം പോലെ നേർന്നു വെച്ചു. മോനെ 12 വയസ്സ് വരെ ശബരിമല ചവിട്ടിച്ചേക്കാം, ഈ അസുഖം മാറി. അങ്ങനെയെല്ലാം ഞാൻ ഒത്തിരി വഴിപാടുകൾ നേർച്ച എല്ലാം നേർന്നു വെച്ചു. പക്ഷെ ഒരു വ്യത്യാസവും ഇല്ല. ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാതെ കൊച്ചു ശരിക്കും മാനസിക രോഗത്തിന്റെ അവസ്ഥയിലേക്കായി. അപ്പൊ ഞാൻ ഈ വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയായിരുന്നു, വിഷചികിത്സക്കാരന്റെ അടുത്ത്. പുള്ളി പറഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നീ കിട്ടിയാൽ ചിലപ്പോൾ മാനസിക രോഗി അല്ലെങ്കിൽ മന്ദബുദ്ധിയായി തീരുന്നു. അത് കേട്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമായി. എന്നാലും ഒരു ഗുളിക തന്നു, അത് അരച്ച് കാലയിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെ അത് അരച്ച് മുട്ടിന് കീഴോട്ടിട്ടു. പക്ഷെ കൊച്ച് ഇങ്ങനെ എന്നും ആയി. അങ്ങനെ കരച്ചിലായി കഴിഞ്ഞ് എന്റെ തല ഇങ്ങനെ ഇരിക്കണു. കഞ്ഞിക്കില്ല, വെള്ളത്തിനില്ല, കുടിക്കാനില്ല, തിന്നാനില്ല, ആരും തരാനില്ല, കിടക്കാൻ സ്ഥലമില്ല, കട്ടില, തുണി, സാധനങ്ങളെല്ലാം നശിച്ചു പോയി. ഈ ആസ്പത്രി കിടന്ന് ഈ ഷെഡ് നനഞ്ഞൊലിച്ച് എല്ലാം പോയി. അടുത്തുള്ളൊരു മുതലാളിമാരുടെ വീട്ടിൽ പട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന ചാക്ക് എടുത്തിട്ടാണ് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ട് കിടക്കുന്നത്. അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയായി. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ഇനി ജീവിക്കാൻ ഒരു മാർഗവും. എനിക്ക് കുഞ്ഞിനെ ഒരു വീടിന്റെ തിണ്ണെ കൊണ്ട് ഇരുത്തിയിട്ട് ആരെങ്കിലും പാത്രം കഴുകി കൊടുത്താൽ എനിക്ക് അന്നേക്കുള്ളത് കിട്ടും, ഒരു നേരത്തേക്കുള്ള ആഹാരത്തിന് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചു. കൊച്ചിനെ ഒരു സ്ഥലത്തും കൊണ്ടാക്കാൻ പറ്റില്ല. അവൻ എല്ലാവരുടെ എല്ലാം വെച്ചു. മാനസിക രോഗി എന്ത് ചെയ്യുന്നോ അതെല്ലാം അവൻ ചെയ്യും. ചീത്ത അനാവശ്യങ്ങളെല്ലാം പറയും. അതേപോലെ ഭയങ്കര ഉപദ്രവമായി. ഞാൻ പലപ്പോഴും ദൈവത്തിന് സ്തോത്രം ഇവനെ കൊന്നു മരിക്കാനായിട്ടുണ്ട്. വായിൽ തുണി നനച്ച് കുത്തിക്കയറ്റി ഈ ഷെഡിന്റെ മൂലെ കൊണ്ടുവന്ന് വെക്കും. അയലോക്കംകാരുടെ സാധനങ്ങളെല്ലാം നശിപ്പിക്കും. കണ്ണു മറിഞ്ഞ അവര് പണി നിർത്തി വരുമ്പോ അവര് പറയാണ് പ്രാന്തന വളക്കുവാണ് എന്നും പറഞ്ഞ് അവരെല്ലാം പറയുമ്പോഴേക്കും ചങ്ക് പൊട്ടി പോവുക. അപ്പൊ ഞാൻ ഇതിനെ കൊന്നിട്ട് മരിക്കാന്ന് കരുതിക്കൊണ്ട് അങ്ങനെയെല്ലാം കണ്ണിങ്ങനെ തുറച്ചു വരുമ്പോ ഞാൻ ആ തുണി എടുക്കും. അങ്ങനെയൊക്കെ ചെയ്തു. ലാസ്റ്റ് ഒരു രക്ഷയില്ല. ചേട്ടൻ എനിക്കില്ല. ചേട്ടൻ കിടന്ന കിടപ്പ്. ഞാൻ തലമുറിഞ്ഞ് ഇങ്ങനെ കുഞ്ഞ് ഈ അവസ്ഥയില് ഈ 33 കോടി ദൈവങ്ങള് എന്നെ കൈവെടിഞ്ഞു. അങ്ങനെ ഇരിക്കാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ മരിക്കാൻ പോവാ ഞാന്, കൊച്ചിനെ കൊന്ന് ഞാനും മരിക്കാം. നിങ്ങൾക്ക് ചാവാൻ എന്റെ കൂടെ മരിക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വണ്ടി വിളിച്ച് ചോറ്റാനിക്കല് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. ഞാനും കുഞ്ഞും മരിക്കാം. ഇനി എനിക്ക് കഷ്ടം അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആരുമില്ല എനിക്ക്, അത് കാരണം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോണില്ല, ഞാൻ നിന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അയൽവക്കത്ത് പോയി ഒരു 10 രൂപ വാങ്ങിച്ച് ഈ വിഷം മേടിച്ചു. 1/4 കിലോ കുരുടാന് 7 രൂപ 50 പൈസയാണ് അന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ കുരുടാൻ വാങ്ങിച്ച് 35 വർഷമായി ആ കുരുടാൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആ വീട്ടിൽ നിന്ന് തന്നെ അവിടെ നിന്നാണ് ഇപ്പോഴും എനിക്ക് അരിയൊക്കെ തരുന്നത്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, അമ്മച്ചി ഇനി അമ്മച്ചിനെ ഒരിക്കലും ഉപദ്രവിക്കാൻ കാർത്തുപിള്ള തന്നെ വിളിക്കുന്നത്, കാർത്തുപിള്ള വരില്ല, എനിക്ക് ഒരു വാള അരി തരാൻ പറഞ്ഞു. അപ്പൊ നീ എടുത്തോണ്ട് പൊക്ക മോളെ എന്ന് പറഞ്ഞു. ഞാനൊരു തോർത്ത് വിരിച്ചിട്ട് ഇങ്ങനെ ഒരു കുടന്ത അരി വാരി ഇതിലിട്ടു. വീട്ടിൽ കൊണ്ടുവന്ന് കഞ്ഞി അടപ്പത്തിട്ടു. കഞ്ഞി വേവുമ്പോ ഇവന് കൊടുത്ത് ഇവൻ മരിച്ചു എന്ന് ഉറപ്പാകുമ്പോ ഞങ്ങൾ രണ്ടുപേരും തിന്ന് ചാകാനായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ദൈവത്തിന് സ്തോത്രം. ഞാന് കൊച്ചിന്റെ കൈ പുറകിലേക്ക് കെട്ടിയിട്ട് അവനെ എടുത്തോണ്ട് കിടക്കുക. കഞ്ഞി വേകുന്നേരം മുറ്റത്തോടെ നടന്ന് എടുത്തോണ്ട് കിടക്കാണ്. മോനെ എങ്ങനെ ഞാൻ വളർത്തിയതാ, ഞാൻ ഇതിന്റെ വായിലേക്ക് ഞാൻ വിഷം വെച്ച് കൊടുക്കണമല്ലോ എന്നോർത്ത് എന്റെ ചങ്ക് പൊട്ടി. ഞാനും കരയണു, ചേട്ടൻ ആ ചാക്കേ കിടന്ന് കമന്ന് കിടന്ന് കരയണു. കൊച്ചു ചീത്ത അനാവശ്യങ്ങളെല്ലാം പറഞ്ഞു, വിടറീന്നും പറഞ്ഞ് ബഹളം. ഞാൻ കൈ പുറകിട്ട് കെട്ടിയിട്ടാണ് എടുത്തോണ്ട് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ നടക്കുമ്പോ ഒരു 6-6:30 ഒരമ്മച്ചി, അന്ന് പെന്തക്കോസുകാരെന്ന് പറഞ്ഞ വളരെ ചുരുക്കമാണ് ഞങ്ങളുടെ നാട്ടിലുള്ളൂ, ഒരമ്മച്ചി, പെണ്ണമ്മ എന്ന് പറഞ്ഞ ഒരമ്മച്ചി ആ വീടിന്റെ മുമ്പിൽ അവിടെ വന്ന് നിന്നിട്ട് ഇതാണോ ഗോപാലന്റെ വീടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. എനിക്ക് മരിക്കന്നെ ആ ഒരു ചിന്ത കാരണം കൊണ്ട് വേറെ ഒന്നും ചിന്തയില്ല. അപ്പൊ അന്നേരത്തിന് പറഞ്ഞു അതെ ഇതാ ഗോപാലന്റെ വീടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നെ കർത്താവ് ഇങ്ങ് പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞു. ഓ ഏത് കർത്താവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ താമസിക്കുന്നു, എനിക്ക് എല്ലാ ദൈവങ്ങളും എനിക്കറിയാം, പിന്നെ നിങ്ങളുടെ കർത്താവാണോ ഇനി എന്നെ രക്ഷിക്കണത്, നിങ്ങൾ പോ തള്ളേന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു ആ കല്ലുംകൂട്ടത്ത് ശങ്കരനോട് പറഞ്ഞേ
നാളെ പുത്തൻ തൂമ്പി ഉണ്ടാക്കാൻ, നാളെ 3 ശവം അടക്കാൻ പുത്തൻ തൂമ്പി ഉണ്ടാക്കാൻ ശങ്കരനോട്. അന്നേരം അമ്മച്ചി പറഞ്ഞു, ഞാൻ ശങ്കരനെ അറിയില്ല, ഞാൻ ഈ വീട് എന്നെ കർത്താവ് കാണിച്ചു തന്ന് ഞാൻ വന്നതാണ്. മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കാണിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. എന്നെ കാണിച്ചു തരും. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാതിലും കഴുത്തേലും ഇല്ല, വെള്ളസാരി എടുത്ത് ഒരു ബാഗും തൂക്കി ഒരു വെള്ള ബ്ലൗസും ഇട്ട് ഒരു തള്ളവർ. എനിക്ക് അങ്ങനെയുള്ളവർ കാണാനും പാടില്ല. എന്നാന്ന് വെച്ചാല് ഞാൻ ഇതിനെല്ലാം എതിരാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുമില്ലെങ്കിൽ അമ്പിളിയമ്മാവിന്റെ ഏട്ടൻ പൊട്ടും കുത്തി വലിയ ഭക്തിയായി നടന്നവളാ. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് 30 കോടി ദൈവങ്ങളുണ്ട്, അവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു, ഇനി ഞങ്ങൾ മരിക്കുക, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ യേശുവാണ് ഇനി എന്നെ സുഖപ്പെടുത്താൻ പറഞ്ഞേ, പോകുന്നു പറഞ്ഞു. അവര് പറഞ്ഞു, എടി നീ എന്താ പട്ടിയെ പോലെ തുടങ്ങണേ, ഞാനങ്ങ് കേറി വരട്ടെ മോളെ എന്ന് പറഞ്ഞു. അവര് കേറി വന്നിട്ട് അവരെ കാല് കാണിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. നീ എന്റെ കാലയിലേക്ക് നോക്ക്, എന്റെ കാലെ കിടക്കുന്ന ചങ്ങലയുടെ പാട് നീ കണ്ടു എന്ന് ചോദിച്ചു. ഓ ശോഭല വൈഡമന ഘടകസ്യ രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. അന്നേരത്തേന് എന്നോട് പറയാണ്, എനിക്ക് മാനസിക രോഗം വന്നു. എന്റെ ഭർത്താവ് പാറമട പണിക്കാരനായിരുന്നു. അവിടെ പണിതുകൊണ്ടിരുന്ന എനിക്ക് ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങേര് വേറൊരു സ്ത്രീയുമായി ബന്ധമായി പോയി. അങ്ങനെ വന്നപ്പോ ഇവർക്ക് ഒരു ഭർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നവരായിരുന്നു. അവർക്ക് മാനസിക ടെൻഷൻ വന്നു. അപ്പൊ ആ സ്ത്രീയെ കൊണ്ട് ഇങ്ങേര് പോയപ്പോ ഇവർക്ക് പ്രാന്താന്നും പറഞ്ഞ് തൊടലിട്ട് കാലയില് പെരക്കകത്തിട്ട് പൂട്ടിയിട്ട് ആ കൊച്ചിനെ കണ്ട് അവർ പോയി. ആ തൊടലയില് അവര് കിടന്ന് ആരോ അവരെ രാത്രി എപ്പോഴോ വന്ന് അവരെ നശിപ്പിച്ചിട്ട് പോയി. അങ്ങനെ ഒരു ഇരുമ്പ് കിണ്ണച്ചിരി കഞ്ഞി അവരെ ഇടയ്ക്ക് ആരെങ്കിലും കൊണ്ട് കൊടുക്കും. അങ്ങനെ ആ ചങ്ങലയിൽ കിടന്ന് കാല് പഴുത്ത് ചങ്ങല പോലെ ഇരിക്കുകയാണ്. ആ പഴുപ്പുണങ്ങിയിട്ട് ചങ്ങല പോലെ കാല് കിടക്കുകയാണ്. അങ്ങനെ അത് ഗർഭിണിയായി. അവിടെ നിന്ന് ഒന്നും അറിയില്ല, ഉടുക്കാനില്ല, തുടുക്കാനില്ല, കഞ്ഞിക്കില്ല, ഈ തീട്ടത്തിലും മൂത്രത്തിലും ആരും കുളിപ്പിക്കും എടുക്കും ഒന്നും ചെയ്യാതെ അവർ കിടന്നപ്പോ അവര് പ്രസവവേദനയുടെ സമയത്ത് കർത്താവ് നേരിട്ട് അവരുടെ റൂമിൽ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. റൂമിൽ ഒരു വെളിച്ചം വീശി. അവർക്ക് പ്രസവവേദനയോടെ അവര് തന്നെ എല്ലാ കാര്യവും ചെയ്തു. കൊച്ചിന്റെ പൊക്കക്കൊടി കണ്ടിച്ചത് ഈ കഞ്ഞി കുടിച്ച പാത്രം കണ്ട. അപ്പൊ കുഞ്ഞിന്റെ കരച്ചില് രാത്രി കേട്ടപ്പോ അയൽവാസികൾ ഓടി വന്നു. ഇതെന്നെ ഈ പെണ്ണമ്മയുടെ വീട്ടിൽ കിടന്ന് കൊച്ചുങ്ങൾ തോലൊളിക്കണേ എന്ന് കരുതി ഓടി വന്നു. അവർ ഓടി വന്നപ്പോൾ ഇവിടെ എനിക്ക് പ്രാന്തില്ല, നിങ്ങൾ വാതിൽ ഓർക്കുന്നു. അവർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് വന്ന് അവരെ മോട്ടർ അടിച്ച് കുളിപ്പിച്ച് രക്ഷപ്പെടുത്തി. അമ്മ മോക്കടെ കൂടെ കാനഡയില് മോനും മോളുമായിട്ട് അവരവിടെ താമസിക്കുന്നു. അവരങ്ങനെ സന്തോഷമായിട്ട് താമസിക്കുന്നു. അന്ന് മുതൽ ആ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് മാനസിക രോഗികൾക്കാണ്. അപ്പൊ ദൈവം കാണിച്ചു കൊടുക്കും, നമ്മുടെ പേര്, വീട്, അഡ്രസ്സ് എല്ലാം കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അമ്മച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ കുരുടാൻ തിന്ന് മരിക്കാൻ പോവാ, കുരുടാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഈ കുരുടാൻ 1/4 കിലോ കുരുടാനുണ്ട്, കഞ്ഞി വെന്ത് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിന് കൊടുത്ത് അവൻ മരിച്ചെന്ന് ഉറപ്പാകുമ്പോ ഞാനും എൻ്റെ ഭർത്താവും തിന്നുവാണ്, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ എന്നോട് നീ കുരുടാൻ നിങ്ങൾ താട്ട, നീ ഈ കുരുടാൻ തിന്നാ നീ മരിക്കില്ല, നിന്റെ ഭർത്താവും കുഞ്ഞും മരിക്കും. ദൈവത്തിന് സ്തോത്രം. അവര് മരിച്ചു കഴിയുമ്പോ നീ കെട്ടി തൂങ്ങി ചാവാൻ പോലും നിനക്ക് പറ്റില്ല. നീ വയറിളകുള്ളൂ, നിന്റെ ഛർദ്ദിക്കും വയറിളകുകയും ചെയ്യും. നീ രക്ഷപ്പെടും, നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് കുരുടാൻ തരാം, നീ ആദ്യം തിന്നാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അപ്പോഴൊരു ഭയം വന്നു. ഞാൻ ഇവർക്ക് കൊടുത്ത് ഇവര് തിന്നു കഴിഞ്ഞാല് ഞാൻ മരിച്ചില്ല എങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുന്ന എങ്ങനെ, ഞാൻ എന്ത് ചെയ്യും എന്ന് കരുതി. അപ്പൊ അവര് പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ, അന്ന് വെള്ളിയാഴ്ചയാണ് ഇവര് വരുന്നത്, ശനിയാഴ്ച രാവിലെ കോട്ട ആശ്രമത്തിലേക്ക് ഞാൻ ഇവിടെ വണ്ടിയും കൊണ്ട് 7 മണിക്ക് ഈ താഴെ റോഡിൽ വരും. നീ ഈ കുഞ്ഞിനെ കണ്ട് ഈ ഏലസും ചരടും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടം പോലെയുണ്ട്, അതെല്ലാം അഴിച്ചു വെച്ചിട്ടൊന്നും തല നനയ്ക്കാൻ മേലല്ലോ, നീ കഴുത്തിനിട്ട് കുളിച്ച് ഈ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ച് നീ ചരടെല്ലാം അഴിച്ചു വെച്ചിട്ട് നീ റോഡിൽ വന്നേരെ, ഞാൻ നിന്നെ വണ്ടിയെ കൊണ്ടുപോക്കോളാം, നീ അവിടെ ചെന്നാൽ സൗഖ്യം വരും, നിനക്ക് ഇന്നത്തെ കണ്ട് നിന്റെ രോഗം ഭാരം എല്ലാം മാറും എന്നെല്ലാം പറഞ്ഞിട്ട് അവര് എന്നെ അവിടെ കൊച്ചിനെ മുട്ടുകുത്തി അവിടെ ഞങ്ങളെ നിർത്തിയിട്ട് ബൈബിള് തലയിൽ വെച്ചിട്ട് അവർ ഒത്തിരി ഏതാണ്ടൊക്കെ പ്രാർത്ഥിച്ചു. അന്യഭാഷ എന്നാണെന്ന് ഇപ്പോഴെനിക്കറിയാം, അന്നറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരും കൂടോത്രം ചെയ്യായിരിക്കോ എന്നോർത്ത്. ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന എല്ലാം എനിക്കറിയാം, കൊന്ത ചെല്ലാൻ അറിയാം, ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ ഇവര് പറയുന്ന ഭാഷ എനിക്കറിയില്ല. അപ്പൊ ഇവരും കൂടോത്രം ചെയ്യായിരിക്കും എന്ന് ഞാൻ ഓർത്തു. പിന്നെ അവര് ചാക്കയിൽ മുട്ടുകുത്തി ചേട്ടന്റെ അടുക്ക് നിന്നിട്ട് കണ്ണുനീരോടെ കൈ മലർത്തിയുള്ള പ്രാർത്ഥന കണ്ടപ്പോ പെറ്റ തള്ള പോലും ഒരു നേരം തിരിഞ്ഞു നോക്കാത്തപ്പോ ഇവരിൽ എന്തോ ദൈവീകത ഉണ്ടായിട്ടാണല്ലോ ഇവർക്ക് ഇത്ര സങ്കടം ഞങ്ങളെ കുറിച്ച് എന്ന് കരുതി ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് കൊച്ചിന്റെ കയ്യിന്ന് വള്ളി തോർത്തുമുണ്ട് അവർ അഴിച്ചു കളഞ്ഞു. അന്ന് രാത്രി ഒരു പ്രശ്നം അവൻ ഉണ്ടാക്കിയില്ല, സന്തോഷമായിട്ടന്ന് കിടന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. നേരം വെളുത്തപ്പോ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനെ പോട്ടെ
ചേട്ടന് എന്നെ പോണേന് ഇഷ്ടക്കുറവുണ്ടോ? നിന്റെ വിശ്വാസം നിന്നെ ദൈവം എന്ന് പറഞ്ഞ ഒരാളില്ല, നീ ആ കുരുടാനും കന്നിച്ച് നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ആ കുരുടാൻ കൊണ്ടുവന്ന് തെങ്ങിന്റെ ചോട്ടിൽ ചേട്ടൻ കാണാതെ അത് കുഴിച്ചിട്ടിട്ട് കൊച്ചിനെ യാത്രയാക്കാനില്ല, ഇത്രയും വട്ടത്തിൽ കീറിയ ഒരു ചന്തി മുഴുവൻ കീറിയിരിക്കണ ഒരു നിക്കറേ ഉള്ളൂ, തുണിയൊന്നും ഇല്ല. അങ്ങനെ ഒരു സാരിയുണ്ട് എനിക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കൊച്ചിനെ കുളിപ്പിച്ച് യാത്രയായി 7 മണിക്ക്. ഞാൻ പറഞ്ഞു എന്തായാലും അവിടുന്ന് പോയി നോക്കട്ടെ, വന്നിട്ട് കുരുടാൻ തിന്നാം, രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്നും പറഞ്ഞാണ് ഇവിടുന്ന് പോണത്. എല്ലാം സ്ലാബ് തട്ടയിൽ അഴിച്ചു വെച്ചു, ഫോട്ടോയുടെ അടുക്ക ചരട് ഏലസ് എൻ്റെ കൊച്ചിന്റെ എല്ലാം അഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി. താഴത്തെ റോഡിൽ ചെന്ന് വണ്ടി വന്നു, 7:25 വണ്ടി വന്നു, അതിൽ കയറി കോട്ടാശ്രമത്തിന്റെ മിറ്റത്ത് അങ്ങ് ചെന്നപ്പോഴേക്കും ഇവന് ശരിക്കും മാനസിക രോഗം എന്ന് വെച്ചാൽ, ഈ കുഞ്ഞിനെ 5 വയസ്സുള്ള കുഞ്ഞിനെ ഒരു 50 പേര് പിടിച്ചാൽ നിൽക്കില്ല ആരോഗ്യം. ഓത്തറിയിട്ട് ഇങ്ങനെ അങ്ങ് കാണിക്കുമ്പോ നമ്മളങ്ങ് തെറിച്ചു പോവുക. പിന്നെ കൈയൊക്കെ കെട്ടി, ഈ തോർത്തുമുണ്ട് ഞാൻ ഈ നിക്കറിന്റെ ഓട്ട കാണാണ്ട് ഉടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് അഴിച്ച് കൈയൊക്കെ കെട്ടി അങ്ങ് ചെല്ലുമ്പോ പള്ളിയുടെ മുറ്റത്ത് അച്ഛൻ നിൽക്കുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ ഈ തിരി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഉണ്ണിയേശുവിന്റെ അടുത്ത് വെച്ച് കത്തിക്ക്, എന്നിട്ട് മോള് അവിടെ പോയിരിക്കും, പള്ളിക്കകത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ കത്തിച്ച തിരിയ, ഞാൻ കത്തിച്ച എണ്ണ, ഞാൻ ചെയ്ത വഴിപാട് ഇനി ഒന്നും ചെയ്യാനില്ല, ഇവിടെ വന്നാ സുഖപ്പെടുമെന്നാ പറഞ്ഞെ. എനിക്ക് ഇനി ഒരു തിരിയും കത്തിക്കാനില്ല എന്ന്. മോള് പൈസ തരണ്ട, എനിക്ക് കത്തിക്കാനില്ല അച്ഛാ, ഇവിടെ വന്നാ സുഖപ്പെടുമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്നാ മോളിലെ തെങ്ങും പറമ്പിൽ പോയിരുന്നോളാൻ പറഞ്ഞു. ഞാൻ ആ സ്റ്റേജിന്റെ മുമ്പിൽ തെങ്ങും പറമ്പിൽ കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് അവൻ ഇവിടെ ഇങ്ങനെ കാലിന്റെ സൈഡയ്ക്ക് ഇങ്ങനെ വെച്ച് ഞെക്കി പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നായ്ക്കമ്പറമ്പിലച്ഛൻ പനക്കലച്ഛൻ അന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥന ഒന്നും അവിടെ ഇല്ല, ശരിക്കും വചന പറയണ വചന എനിക്ക് തൊട്ട് അറിയാനും പാടില്ല. ഞാൻ ഇവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, ഇവന് സുഖപ്പെടും, അവിടെ വന്നാൽ സുഖപ്പെടും എന്നല്ലേ പറഞ്ഞേ. അപ്പൊ സുഖപ്പെടുന്ന നോക്കിയിരിക്കുക, ഇവൻ അങ്ങ് മലന്ന് കിടന്നുകൊണ്ട് തുപ്പലും ചീത്തയും അനാവശ്യങ്ങളെല്ലാം പറയുകയാണ്. കൈ കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ മുഖത്തേക്ക് നോക്കി, 12:30 വരെ അവിടെ ശുശ്രൂഷ, 12:15 കൊച്ചിന് ഒരു മാറ്റമില്ല. 10 മണി മുതൽ നായ്ക്കമ്പറമ്പിലച്ഛനും പനക്കലച്ഛനും ഇഷ്ടം പോലെ ദൈവവചനം പറയണു, ഒന്നും എന്റെ ഹൃദയത്തിൽ കയറുന്നില്ല. ഞാൻ ഈ കൊച്ചിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ചിന്തിക്കും, ദൈവമേ പോരണ്ടായിരുന്നു, ഏലസൊക്കെ അഴിച്ചു വെച്ചിട്ടാണോ ഇപ്പൊ ഇത്ര ഇളകിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. ഇന്നലെ കുരുടാൻ തിന്നോളായിരുന്നു, പോരണ്ടായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ ചിന്തയിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കെ ദൈവമേ, ഞാൻ ഒരു ഉള്ളിന്റെ ഉപ്പരേക്ക് ഒരു വചനം അവിടെ പറയാണ്. യെശയ്യാ പ്രവചനം 59:1 രക്ഷിക്കാൻ കഴിയാത്തവണ്ടെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ കാതുകൾ ചെവിക്ക് മന്ദത ഭവിച്ചിട്ടില്ല, നിന്റെ അകൃത്യ നിമിത്തം. ഞാൻ അപ്പൊ കുറെ അകൃത്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ വിഗ്രഹാരാധനയെ കുറിച്ചാണ് പറയണത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ വിചാരം ഇങ്ങനെ പാപം ചെയ്യണത്, വ്യഭിചാരം ചെയ്യണത്, കക്കണതും നുണ പറയണത്, ഇതാണ് പാപമുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാം നന്മയാണെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പൊ ഈ വിഗ്രഹാരാധനയെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ വീട്ടിലൊരു അമ്പലമാ, ദൈവത്തിന് സ്തോത്രം. എന്റെ പിതാക്കന്മാരായിട്ടും കാരണന്മാരായിട്ടും ചെയ്തു പോരുന്നത് മുഴുവനും ദൈവത്തിന് ഹിതമല്ലാത്ത ഇതെല്ലാം എന്റെ മനസ്സിലേക്ക് വെളിപ്പെട്ടിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് എന്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി അങ്ങ് വിളിച്ചു, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു 30 മുക്കോടി പരിസരം മറന്ന് ഞാൻ വിളിച്ചു, 30 മുക്കോടി ദൈവങ്ങൾ എനിക്കുണ്ട്. കർത്താവായ യേശു ക്രിസ്തു, നീ ദൈവമാകുന്നുവെങ്കിൽ ഈ കുഞ്ഞിന് ഇപ്പൊ സൗഖ്യം തന്ന ഞാനും എന്റെ കുടുംബവും നിനക്കായിട്ട് ജീവിക്കും, ഇപ്പൊ സൗഖ്യം തരണം. അങ്ങനെ ഉറക്കെ അങ്ങ് വിളിച്ചു പറയുമ്പോ വെള്ളിടി വെട്ടണ ഒരു ശബ്ദം എന്റെ ചെവിയിലും കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും ഇടി വെട്ടുമ്പോ കർത്താവ് എന്നാണെന്ന് ഓർത്ത് എല്ലാവരും പരിക്കാത്ത ഇടുമ്പോ ഞാൻ പുറത്തിറങ്ങി നോക്കും. ആ ഇടിയുടെ ശബ്ദം കേട്ടപ്പോ ഈ ചെണ്ടകൊട്ടൊക്കെ കേട്ട് നമ്മുടെ ചെവി അടയണ പോലെ ചെവി അങ്ങ് അടഞ്ഞു. ഞാൻ ചൂട് പിടിച്ചിരിക്കണേ, എന്നെ ഐസിലേക്ക് ഇട്ടാ എങ്ങനെ ഇരിക്കും? ഈ തല മുതൽ പെരുവിരൽ വരെ ഒരു കൂളിംഗ് ആയി. അപ്പൊ എന്റെ മോൻ മടി കിടന്നുകൊണ്ട് പറയാം, ഞാൻ മോനായി എന്നാണ് കലേഷെന്ന് പേരെങ്കിലും മോനായി എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. അമ്മച്ചി മോനായിന് വിട്, മോനായിന് വിടുന്നു. ഞാനിക്ക് പരിസരം മറന്ന് എന്തോ ഒരു ശക്തി എന്നിലേക്ക് ഇങ്ങ് വന്നിട്ട് ഞാൻ പരിസരം മറന്നിരിക്കുക. അപ്പൊ ഇവനിങ്ങനെ പറഞ്ഞപ്പോ അടുത്തിരുന്നവരൊന്ന്, ചേച്ചി ചേച്ചി ഈ കൊച്ചു ദൈവം വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് സുബോധം വരുന്നത്. ഞാൻ നോക്കിയപ്പോ അമ്മച്ചി അമ്മച്ചി എന്ന് പറഞ്ഞു കൊച്ചു വിളിക്കുക. അമ്മച്ചി എന്ന് വിളിച്ചിട്ട് നാളുകളായി അവൻ. അപ്പൊ ഞാൻ പെട്ടെന്ന് മുഖത്തേക്ക് എഴുന്നേറ്റ് നിർത്തിയിട്ട് ആ തോർത്തുകൊണ്ട് അച്ഛൻ അവിടുന്ന് ഒരു കത്തിയോ ബ്ലേഡോ എന്തോ കൊണ്ടുവന്ന് കണ്ടിച്ചാണ് അത് അഴിച്ചത്. അത്രയ്ക്ക് മുറുകി പോയായിരുന്നു. അപ്പൊ അവൻ എണിച്ച് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ തിരിയില്ല, ഏച്ചോ തോത്തണം, ഏച്ചോ നന്ദി, അമ്മച്ചി എന്തിനാ കരയണേ, മോനായിക്ക് ഒരു കുഴപ്പവും ഇല്ലാന്ന് ഇങ്ങനെ എന്റെ താടെ തൂത്തിട്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് അവിടെ വെച്ച് അറിയാൻ സാധ്യമായി. അങ്ങനെ ഞങ്ങൾ അപ്പൊ അവിടെ ഇരുന്നവരെല്ലാം കൈയടിച്ചു. അവിടെ എന്ത് സംഭവിച്ചു? ഒരു മാനസിക രോഗി കൊച്ചു വന്ന് സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ആ മാസത്തെ വചനോത്സവത്തിൽ ഞങ്ങളുടെ ഫോട്ടോയായിരുന്നു. അവിടെ നിന്ന് ഒരു കൊന്തയും 2 കൊന്ത ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച്
ചരട കെട്ടി, 2 കുരിശ് ചരട കെട്ടി, അത് കഴുത്തെ കെട്ടി, ഒരു ബൈബിൾ തന്നു, ഒരു സ്ലീവ വാഴ്ത്തി അതും തന്നു. അച്ഛൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഇതും തന്നു കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് പോന്നു. ആ വണ്ടി കയറി പോന്ന വഴി വണ്ടിയിലുള്ള ഒരു പിരിവെടുത്ത് ഒരു 60 രൂപ എന്റെ കയ്യിൽ തന്നു. ആ 60 രൂപ കൊണ്ട് താഴെ റോഡിൽ ഇറങ്ങിയിട്ട് വണ്ടി ഇറങ്ങുന്ന സ്റ്റോപ്പിൽ തന്നെ ഒരു കടയുണ്ട്. അവിടെ 30 തൊട്ട് കർപ്പൂരം വരെ വീട്ടിൽ ഒന്നും ഇല്ലായിരുന്നു ദേവദാസനെ. അതെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്ന വഴി അച്ചായി ഇങ്ങനെ ചാക്കയിൽ കമന്ന് കിടന്ന് തലേ ദിവസം വെച്ച കഞ്ഞോളം പറ്റും അടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കോരി കുടിച്ചിട്ട് അത് ചാക്ക കമന്ന് കിടക്കുമായിരുന്നു. കൊച്ചിങ്ങ് വരുന്ന വഴി കൊച്ചു പറഞ്ഞു, അച്ചായി ഇങ്ങടിച്ച മോനായി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ച് അവന്റെ തലേ കൈവച്ച് അതുപോലെ തന്നെ അവന്റെ പേർക്ക് അച്ചായിനെ വലിച്ചിങ്ങണിപ്പിച്ചിട്ട് തലേ കൈവച്ച് എന്റെ അച്ചായിയുടെ വാവ് മാറ്റി തന്നെ യേശോപ്പ എന്ന് പറഞ്ഞു. ഇന്ന് ഈ സമയം വരെയും ആ നടുവേദന വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കൊച്ചാ പ്രാർത്ഥിച്ചത് മാത്രം പറഞ്ഞ ഒരു വാക്ക് കർത്താവ് കേട്ടു. അവിടെ നിന്ന് ഞാൻ ചേട്ടനെ എഴുന്നേപ്പിച്ച് കയ്യെ പിടിച്ച് ചേട്ടനെ എഴുന്നേറ്റ് സ്റ്റൂളിലിരുത്തി. മാസങ്ങൾക്ക് ശേഷം ആ ചേട്ടനെ സ്റ്റൂളിൽ ഇരിക്കണത്. മറ്റേ കമന്ന് കിടക്കുക മാത്രമേ ഉള്ളൂ. സ്റ്റൂളിൽ ഇരുത്തിയിട്ട് ഞാൻ ആ കിടന്ന ചാക്കുവരണം എടുത്തിട്ട് ഈ ദൈവങ്ങളെ ഓരോന്ന് പലകയിൽ അടിച്ചിരുന്നത് നല്ല ചില്ലിട്ടിങ്ങനെ വെച്ചേക്കണത് ഞാനൊരു ശക്തിയിലേക്ക് ഇങ്ങ് വന്നു. ആ ശക്തിയാല ഞാൻ വന്നത്. വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ ചാക്ക് എടുത്തിട്ട് ഈ ഫോട്ടോ ഇങ്ങ് പിടിക്കുമ്പോ ഞെരുന്ന ചില്ല് പൊട്ടണത് ഇങ്ങ് പിടിക്ക് തല്ലിപ്പൊട്ടിയ പൊട്ടൂല്ലാത്ത ചില്ല് ഇങ്ങനെ അങ്ങ് പൊട്ടി ചാക്കിലേക്ക് ഓരോന്നിട്ടു. ഒരു ചാക്ക് നിറച്ച് ദൈവം. പിന്നെ ഇത്രയും പൊക്കമുള്ള ഒരു വലിയ കൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇവന് ഗുരുവായൂർ കൊണ്ട് ചോറ് കൊടുത്തപ്പോ മേടിച്ചത്. ആ കൃഷ്ണന് ഞാൻ ക്ലബിലേക്ക് കൊടുത്തു, ക്ലബ്ബുകാർക്ക് കൊടുത്തു. 175 രൂപയ്ക്ക് കൊടുത്ത് അരി മേടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവങ്ങളെല്ലാം ചാക്കി കെട്ടിയിട്ട് തൊട്ട് മുൻവശത്തുള്ള റബ്ബർ തോട്ടത്തിൽ വലിയൊരു കുഴിയുണ്ട്. ഈ ഷീറ്റ് അടിച്ചിട്ട് വെള്ളം വന്ന് വീണെ ഞാൻ തലയിൽ വെക്കാൻ മേലെ ഈ തോളത്ത് വെച്ചോണ്ട് പോയി. അപ്പൊ ചേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്കെന്നാ പോട്ടെ പോയിട്ട് പ്രാന്ത് പിടിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതൊരു പ്രാന്താന്ന് പറഞ്ഞു. അതെല്ലാം ചാക്കി കെട്ടിക്കൊണ്ട് അവിടെ ചെണ്ട് ഒരു വലിയ കല്ലെടുത്ത് ഞാൻ അതിന്റെ ഉള്ളിലിട്ടേച്ച്, നീ ഇവിടെ കിടക്ക യേശുവിന്റെ നാമത്തെ ദുഷ്ട പിശാചി എന്ന് പറഞ്ഞ് അതിനകത്ത് ഇട്ടിട്ട് പോന്നു. ഇന്നും അതവിടെ കിടപ്പുണ്ട്. ആ കുഴി അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അതവിടെ ഇട്ടിട്ട് വന്നിട്ട് ഈ സ്റ്റാൻഡ് എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഈ സ്ലീവ് അവിടെ അടിച്ചു വെച്ചു. എന്നിട്ട് മെഴുകുതിരി അവിടുന്ന് കത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ തിരിയും കത്തിച്ച് ആരാധിക്കുന്ന എന്നുള്ള ഒരു പാട്ട് അന്ന് ഞങ്ങൾ പഠിച്ചിരുന്നു. ആ പാട്ട് പാടി സന്ധ്യ ആയപ്പോ ഞങ്ങൾ ചേട്ടൻ എണീച്ചു. അങ്ങനെ ഞങ്ങൾ ഈ കൊണ്ടുവന്ന കടയിൽ നിന്ന് മേടിച്ച സാധനം കൊണ്ട് കഞ്ഞിയൊക്കെ വെച്ച് ആ കഞ്ഞി അടപ്പത്തിട്ടിട്ട് ഞങ്ങൾ ഇരുന്ന് കിടക്കാൻ പായൊന്നുമില്ല. 2 ചാക്ക് ബാക്കിയുണ്ട്. അതിനകത്ത് ഇരുന്ന് കൈയടിച്ച് ഞങ്ങൾ ഇരുന്ന് പാട്ട് പാടുക, ആരാധിക്കുന്ന എന്നുള്ള പാട്ട് പാടുക. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം കാണുന്നു. അപ്പൊ കഞ്ഞി അടപ്പത്ത് കിടക്കുക. ഈ ഒരു ദർശനം കാണുക, ഈ സ്ലീവ ആളിക്കത്തണു. ഈ സ്ലീവ് എന്റെ വീട്ടിൽ നിന്ന് എല്ലാ വിഗ്രഹം ഇറക്കിക്കളഞ്ഞു. അടുത്ത വിഗ്രഹം ഞാൻ കൊണ്ടുവന്ന് വെച്ചു. അതിപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവും, പിന്നീടാ മനസ്സിലാകണേ. അപ്പൊ ഇതിനോട് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അന്നേരത്തിന് ഈ ഒരു കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആളി അങ്ങോട്ട് കത്തുകയാണ്. ആളി കത്തണ ദർശനം കാണുക. എന്നിട്ട് അതിങ്ങനെ എന്റെ മുൻപിൽ ചാടിയിട്ട് വയറിന്റെ ഭാഗം വട്ടം ഒടിഞ്ഞു കിടക്കുന്നു. അങ്ങനെ കാണാം. ആണി അടിച്ചു വെച്ചിരിക്കുന്ന ഈ കുരിശിങ്ങനെ ചാടും. അത് ചാടിയൊന്നൊന്ന് കണ്ണ് തുറക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തയുണ്ട്. പക്ഷെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ലാസ്റ്റ് ഞാൻ അങ്ങനെ പാടിക്കൊണ്ടിപ്പോ മോൻ എന്നെ വിളിച്ചിട്ട് പറയാം, അമ്മച്ചി യേശുപ്പം താഴെ വീണു എന്ന്. എന്റെ തൊടയെ തട്ടിയിട്ട് യേശുപ്പം താഴെ വീണു. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ ഞാൻ കണ്ട ദർശനപ്രകാരം അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റിട്ട് ആ സ്ലീവ് എടുത്തിട്ട് പള്ളിക്കാരൊക്കെ കേട്ട എന്നെ കൊന്നുകളയും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ദുഷ്ട പിശാചുക്കൾ എന്റെ വീട്ടിൽ നിന്ന് പൂർണ്ണമായി പോകട്ടെ എന്ന് പറഞ്ഞ് അടുപ്പിലേക്ക് കൊണ്ടുവച്ചു. അത് കത്തി കഞ്ഞി വെന്തു. ദൈവത്തിന് സ്തോത്രം. അത്രയ്ക്കുള്ള കുരിശുണ്ടായിരുന്നു. അങ്ങനെ അതും കത്തിച്ചു. അത് കഴിഞ്ഞ് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഞാൻ ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നതാ ഇതിലുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ആവർത്തന പുസ്തകം വായിക്കാനായിട്ട് ദൈവം എനിക്ക് കാണിച്ചത്. ആവർത്തന പുസ്തകം എവിടെയാണ്? ഞാൻ 1ാമത്തെ മുതൽ ഞാൻ 5 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് വായിക്കാനൊക്കെ അറിയാം, എഴുതാനും എല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ എടുത്തു നോക്കി, ഉൽപ്പത്തി മുതൽ നോക്കിയപ്പോ ആവർത്തന പുസ്തകം കണ്ടു. ഞാൻ 1ാം അധ്യായം മുതൽ വായിച്ചു. 4ാമത്തെ അധ്യായം വായിച്ചു വന്നപ്പോഴേക്കും ദൈവം എന്നിൽ അങ്ങോട്ട് ഭയങ്കരമായ ഒരു ശക്തി, അന്യഭാഷയില് ദൈവത്തെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാ ബാധകളെയും എല്ലാ വിശ്വാസത്തെയും മാറ്റി ഞാൻ അങ്ങനെ ദൈവസേനയിൽ കടന്നു വന്നിട്ട് ഞാൻ പിന്നെ പോകുന്ന 3 പ്രാവശ്യം പോയി ധ്യാനം കൊണ്ടു. അത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി. ഇപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ. കർത്താവ് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിയോ. അമ്മയോട് പ്രാർത്ഥന തുടങ്ങി പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അവിടെ നിന്ന് പോകുന്നു. ഇനി ഞാൻ എങ്ങോട്ട് പോകും കർത്താവേ എന്ന് കരുതി. അപ്പോഴാണ് ഒരു ശാമുവൽ സാർ എന്ന് പറഞ്ഞ സാൽവേഷ് ആർമിയിൽ ഒരു സാറ്
പറ്റക്കുഴിയിലുള്ള സാറ് എന്നെ പരിചയപ്പെട്ടു. സാർ വന്ന് കണ്ടിട്ടുണ്ട്. മോള് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ സാലുവേഷൻ ആർമിയിൽ പോയി. സാലുവേഷൻ 1990 ഞാൻ വിശ്വാസത്തിൽ വന്നതാണ്. 90 വിശ്വാസത്തിൽ വന്നിട്ട് അവിടെ വന്ന് അവിടെ പ്രാർത്ഥനയിൽ കൂടി. അങ്ങനെ വരുമ്പോ എനിക്ക് സ്നാനപ്പെടാനായിട്ട് ഒരു പ്രേരണ ദൈവം തരുവാണ്. അപ്പൊ 9 വർഷമായി ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. 9 വർഷമായിട്ട് അവിടെ നിൽക്കുന്നു. ഞങ്ങളെ വലിയ സഹായ സ്നേഹവും എൻ്റെ കുഞ്ഞിനെ നോക്കും എടുക്കും എല്ലാം നല്ല രീതിയിൽ ഞങ്ങളെ ഒരു കുടുംബം പോലെ. എൻ്റെ അപ്പനും അമ്മയും എല്ലാം ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ ഉപേക്ഷിച്ചു, ആരുമില്ല. ഞാൻ അപ്പൊ എല്ലാവരും ക്രിസ്ത്യാനികളുടെ കൂടെ പോയി എന്നും പറഞ്ഞ എനക്കും എല്ലാം വരുന്നു. ഞാൻ അനുഭവിച്ച കഷ്ടതയേക്കാൾ കൂടുതലായി വിശ്വാസത്തിലേക്ക് വന്നപ്പോ ബൈബിൾ എടുത്തുകൊണ്ട് നാട്ടിൽ നിൽക്കാൻ പാടില്ല, നീ വിട്ടുപൊക്കോളെന്നും പറഞ്ഞ് ആങ്ങളമാരും എല്ലാം ഭയങ്കര പ്രശ്നമായി. അച്ഛനും അതിലും വലിയ പ്രശ്നമായി. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അവിടെ നിന്ന്. അങ്ങനെ ഞാൻ ഇവിടെ നിന്നു. ശ്യാമൽ സാറിന്റെ വീട്ടിൽ മിക്കവാറും കിടക്കും. എന്നാന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരുമ്പോ ഇവര് വരുക, അത് കാരണം അവിടെ താമസിക്കുക. അങ്ങനെ 9ാമത്തെ വർഷം കർത്താവ് ഒരു ഞായറാഴ്ച ഞാൻ വെള്ളിയാഴ്ച പാസ്റ്ററോട് പറഞ്ഞു, അവിടുത്തെ ദേവദാസനോട് പറഞ്ഞു, ദേവദാസനെ എനിക്ക് സ്നാനപ്പെടാൻ ദൈവം പ്രേരണ തരിക, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് ഞായറാഴ്ച സ്നാനപ്പെടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി സ്നാനം ഉണ്ടല്ലോ. ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 2 ജോഡി തുണി വേണം, 1 ജോഡി വേറെ വേണമെന്ന്. ഈ ഡ്രസ്സും ഒക്കെ ആയിട്ട് ഞാനും കൊച്ചിനും ചേട്ടനും ഉള്ള ഡ്രസ്സും ഒക്കെ ആയിട്ട് കടന്നു വന്നു. അങ്ങനെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥനയിലിരിക്കും. അപ്പോൾ ഞങ്ങൾ പതുക്കെ എണീറ്റ് പണിയാൻ തുടങ്ങി. വണ്ടി പണിയാൻ പാടില്ല, പറ്റൂല, അത്രയുള്ള ആരോഗ്യമില്ല. ആന്റിഗ്രാഫിന്റെ പണി അറിയാം, എനിക്കും അറിയാം, ചേട്ടനും അറിയാം. അപ്പൊ അത് കടയാനായിട്ട് പോകും, ഞാൻ മേയ്ക്ക് കൊടുക്കും. 3 രൂപ ഒരടിക്ക് 3 രൂപ 50 പൈസ. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ജീവിക്കാൻ പയ്യെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കടം മേടിക്കാത്ത ആൾക്കാർ ധർമ്മക്കാരനോട് വരെ 2 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാൻ, ഒരു നേരത്തെ ആഹാരം തരാനോ അന്വേഷിക്കാൻ ആരും ഉണ്ടായില്ല. വിശ്വാസത്തിലേക്ക് വന്നപ്പോ എന്നെ ഉപദ്രവിക്കാൻ ഇഷ്ടം പോലെ എൻ്റെ ആൾക്കാര്, കൊല്ലന്മാരുടെ കളിയാണ് എന്നെ ഉപദ്രവിക്കാൻ. വാളും പടക്കവും വെടിയും എല്ലാം ആയിട്ട് വരുവാണ്. തോട്ട വരെ ഇട്ടുകൊണ്ട് വരാമെന്നു എൻ്റെ വീട്ടിൽ എന്നെ കൊല്ലാനായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ സ്നാനപ്പെടാൻ ഞായറാഴ്ച വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വാ സ്നാനപ്പെടാൻ, നിങ്ങൾക്ക് 3 പേരും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോ അവിടെ കൃപാസനത്തിന്റെ താഴെ ഒരു പടിയുണ്ട്, അവിടെ മുട്ടുകുത്തി നിൽക്കാൻ വലിയൊരു കൊടി കൊണ്ടുവന്നിട്ട് ആ കൊടി അങ്ങോട്ട് മുമ്പിൽ കുത്തി നിങ്ങളെ സ്നാനപ്പെടുത്താൻ. എന്നോട് കർത്താവ് ചാടി എണിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റു. അവര് ഇരുത്തി, ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനം ആവശ്യമില്ല. അപ്പൊ അവിടെ എന്തോരം ഒത്തിരി 10-100 പേരുടെ അടുക്കുണ്ട്. ഞായറാഴ്ച ആരാധന നടക്കല്ലേ. എന്നോട് കർത്താവ് പറഞ്ഞു നീ എഴുന്നേറ്റ് കടന്നു പോകാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ ഓർക്കും ഇത് വെളിച്ചതൂതനാണ് എന്നോട് പറയണേ. ഞാൻ ചിന്തിക്കുക ഇത് ദൈവത്താലിന്റെ ആത്മാവാണ് എന്നോട് പറയണേ. ഇത്ര ആൾക്കാരുടെ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ ഇരുത്തണില്ല അവിടെ. ഞാൻ എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ സ്നാനം ആവശ്യമില്ല. എന്നെ കർത്താവ് പഠിപ്പിച്ച സ്നാനം ഉണ്ടല്ലോ, ആ യോർദാനിൽ ഇറങ്ങി ശിഷ്യന്റെ യോഹന്നാന്റെ കൈക്കീഴ് സ്നാനപ്പെട്ട പോലെ വെള്ളത്തിൽ ഇറങ്ങിയുള്ള സ്നാനമായി എനിക്ക് ആവശ്യം. കർത്താവിന്റെ മരണത്തോട് എനിക്ക് പങ്കാളിയാകണം. അതുകൊണ്ട് എനിക്ക് അതാണ് ആവശ്യം. എന്നെ കർത്താവ് കുറെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാനും ചേട്ടനും കൊച്ചും കൂടെ കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ ആരാധനയുടെ മധ്യത്തിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു IPC ഒരു സഭ കുമ്പപ്പള്ളിയിലുണ്ട്. ആ കുമ്പപ്പള്ളി സഭയുടെ അടുക്കിയാണ് ഞങ്ങള് തൊട്ടടുത്താണ് ഞങ്ങളുടെ അമ്പലം. ഞങ്ങളുടെ മൂലയമ്മ അമ്പലം അവിടെയാണ്. അപ്പൊ ഈ തോട്ടിൽ കുളിച്ചിട്ട് ഈ അമ്പലത്തിൽ കയറി തൊഴണത്. അപ്പൊ എനിക്ക് ഈ തോട്ടിൽ കുളിച്ചിട്ട് ഈ സഭയിൽ കയറി കത്രിമേശ എടുക്കണം. ഞങ്ങൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ അറിയാവുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിലാണ്. ഒത്തിരി ദേവദാസന്മാരുണ്ട് അവിടെ, ഒത്തിരി ദൈവമക്കളുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വളരെ സന്തോഷമായി. എന്നും പോലെ വിളിക്കണം, നിങ്ങൾ വരാഞ്ഞിട്ടല്ലേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സ്നാനപ്പെടാൻ ഒരുങ്ങി വന്നേക്കണെന്ന് പറഞ്ഞു. അതിനെന്താ തടസ്സം, ബാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സ്നാനത്തെ കുറിച്ച് അല്പസമയം ക്ലാസ് എടുത്തു. ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോ പാസ്റ്റർ ഇനി ഇതിന് ക്ലാസ് ഒന്നും എടുക്കണ്ട, നമുക്ക് പോകാം, നമുക്ക് സ്നാനപ്പെടുത്താം, പ്രാർത്ഥിച്ച് സ്നാനക്കടവിലേക്ക്. അപ്പൊ ആശാരിമാരും കൊല്ലന്മാരും ഞങ്ങളുടെ ആൾക്കാർ, ചെറുക്കന്മാർ, ആണുങ്ങൾ എല്ലാം പെണ്ണുങ്ങളും എല്ലാം തോട് നിറച്ച രാവിലെ അമ്പലത്തിൽ കുളിക്കാൻ. ഞാൻ അവിടെ പാട്ടും പാടി എല്ലാവരും വന്ന് അവിടെ സ്നാനം ഏറ്റ് ഇവിടെ വന്ന് ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ തലയെ തകർത്ത് അവിടെ നിന്ന് ഇറങ്ങി ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കടന്നു വന്ന് വീട്ടിൽ വന്നു. എൻ്റെ മോന് സൗഖ്യം ദൈവം തന്നു. അവിടെ നിന്ന് പിന്നെ പഠിച്ചതുപോലെ മറന്നുപോയി. രണ്ടാമത് ഞാൻ അവനെ പഠിപ്പിച്ചു. ഒരു അംഗൻവാടിയിൽ വിട്ടു. അവിടെ നിന്ന് പിന്നെ ഒരു സ്കൂളിലാക്കി, വടയമ്പാടി സ്കൂളിൽ 1ാം ക്ലാസ്സിലാക്കി. 10 വരെ പഠിച്ചു. അപ്പോഴേക്ക് അവന് 8ാം ക്ലാസ് മുതൽ പിന്നെ ഉണ്ടാക്കൂലാത്ത സാധനം വരെ, ഇലക്ട്രോണിക്കിന്റെ എല്ലാ സാധനവും അവൻ ഉണ്ടാക്കാണ്. വയർലെസ് വരെ അവൻ ഉണ്ടാക്കുക, എല്ലാം ഉണ്ടാകും. TV, മൊബൈല് എല്ലാം അവൻ തന്നെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ പണി അങ്ങ് തുടങ്ങി. ഇവന് ഈ പണിയും പഠിത്തവും കൂടെ 10ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി. 10ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയിട്ട് പുള്ളി താനെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പണി പഠിച്ച് ഇപ്പൊ ഈ മെയ് 13-ാം തീയതി വരുമ്പോ അവന് 39 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സിലേക്ക് കിടക്കും. ഇന്ന് വരെയും
ആ അസുഖം ഉണ്ടായിട്ടില്ല. അവൻ ഈ ലോകത്തിൽ എല്ലാ ജോലിയും തന്നെ, അവന് ഒന്നിനും ഒരു ആരുമില്ല, അവന് പഠിപ്പിക്കാൻ ഒരു ആശാൻ അവനില്ല. അവനെല്ലാം കർത്താവ് പഠിപ്പിച്ചു. പിന്നെ ഡ്രൈവിംഗ് ഒക്കെ തന്നെ ചെയ്തിട്ട് അവൻ അവിടുന്ന് ഒരു ഡ്രൈവിങ്ങിന്റെ സ്കൂളിൽ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കണമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ പോയി എന്നുള്ളതല്ലാതെ ഇപ്പൊ വയറിങ്ങും പമ്പിങ്ങിന്റെ പണി സ്വന്തമായിട്ട് തന്നെ വർക്ക് എടുത്ത് ചെയ്യുന്നു. എല്ലാം സന്തോഷമായിട്ട് പോണു. രോഗമോ ഭാരമോ പ്രയാസമോ ഇല്ലാന്നല്ല, പല അസുഖങ്ങളും, പനിയോ ജലദോഷമോ കൈവേദന കാലുവേദന, ഭാരപ്പെട്ട പണികളാണ്, പല അസുഖങ്ങളും മനുഷ്യന് ജീവിതത്തിൽ ശരീരത്തുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ആ പഴയതായ യാതൊരു അവസ്ഥകളുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ വീട്ടുകാർ അവര് വിചാരിച്ചിരുന്ന ഞങ്ങളെല്ലാം ഇങ്ങനെ മാറി കഴിയുമ്പോൾ നമ്മൾ വേറൊരു സമൂഹത്തിലേക്ക് പോകുന്നോർത്തെ ദൈവ സ്നേഹമാകുന്നു എന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് എൻ്റെ അനീതിയെ ദൈവസന്നിധിയിലേക്ക് വരാനിടയായി. അവൾ എന്നെ എന്നും വടക്കേണ്ടി എന്ന് വിളിക്കുമ്പോൾ ഞാനൊരു സ്തോത്രം പറയും. അപ്പൊ അവൾ എന്നെ ചീത്ത പറയും. നിനക്ക് ഇതാണ് എനിക്ക് പറയാനുള്ളൂ എന്ന് ചോദിച്ച് ചീത്ത പറയും. ഞാൻ ഒരു വീട്ടിൽ നിന്നാ ഫോൺ ചെയ്യണേ, അപ്പൊ അവൾ എന്നെ ചീത്ത വിളിച്ചു. ഞാൻ എൻ്റെ ചങ്കത്ത് കൈ വെച്ചിട്ടുണ്ട്, കൈ പൊക്കിയിട്ടുണ്ട്. കർത്താവേ, എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ കൂടെ ഒരു ദിവസം ആരാധിക്കണം എന്ന് പറഞ്ഞു. അതിന് നീ അവസരം ഒരുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ദൈവദാസനെ അവിടെ നിന്ന് അവര് 3 നില വീടും പണിത് ജീവിച്ചുകൊണ്ടിരുന്ന അവര് താഴോട്ട് പോന്ന് നശിച്ച് നാരായണക്കല്ല് പിടിച്ചു. വാടകയ്ക്ക് പോയി താമസിക്കേണ്ട വന്നു. അങ്ങനെ വന്ന് രോഗവും ഭാരവും ഒക്കെ ആയി അവള് കർത്താവിനെ അറിഞ്ഞു. അവളാണ് ശാന്ത, ശാന്ത സുരേഷ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വന്നു. ഇന്ന് അങ്ങനെ അവള് കുടുംബത്തിന് രക്ഷയിലേക്ക് വന്നു. പിന്നെ എൻ്റെ ഒരാങ്ങളയുടെ മോൻ എൻ്റെ ഒപ്പം, അവൻ മദ്യപാനിയായിരുന്നു, അവന് രക്ഷയിലേക്ക് വന്നു. അവനും വേറൊരു സഭയിൽ IPC തന്നെ ആക്കിയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി ഇപ്പൊ IPC എൻ്റെ മോനാണ് അവിടുത്തെ സെക്രട്ടറി. ഞങ്ങൾ സഭയിൽ ചെന്ന് ചേർന്ന് അന്ന് മുതൽ അവിടെ നിന്ന് ഞാൻ തിരുവാങ്കുളത്ത് സഭയിൽ നിന്ന് കുമ്പപ്പള്ളിയിൽ നിന്ന് തിരുവാങ്കുളത്തേക്ക് വിട്ടു. തിരുവാങ്കുളത്ത് വേലയ്ക്ക് വിടുവാണ് ഓരോ സ്ഥലത്തേക്കും. അവിടെ വിട്ടു. അവിടെ നിന്ന് ഒരു പായിലിരിക്കാൻ ആളില്ല. ഞാൻ ഒരു സഭ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുന്നോടത്ത് ആള് കൂടുകയാണ്. ഞാൻ കാല് വെച്ച് കഴിഞ്ഞ് ഏത് വീട്ടിൽ ചെന്ന് അവർ വരുവാണ്. അങ്ങനെ വന്ന് ആ സഭ നടന്നു കഴിഞ്ഞപ്പോൾ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, രാജൻ ബി മാത്യു എന്നാണ് ഞങ്ങളുടെ പാസ്റ്ററുടെ പേര്. അങ്ങനെ ആ പാസ്റ്റർ കോലഞ്ചേരിക്കാരനാണ്, ഞങ്ങൾ ഒരു നാട്ടുകാരൻ, അയൽവക്കംകാരനുമാണ്. എൻ്റെ അമ്മയും പാസ്റ്ററുടെ അമ്മയും സ്വന്തം കൂടപ്പിറപ്പ് ഒരു അയൽവക്കംകാരിയാണ്. അങ്ങനെ ജീവിച്ചു പോന്നാണ് ആ പാസ്റ്റർ. ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയില് ശുശ്രൂഷയിലായിരിക്കണം. മോനാണ് അവിടുത്തെ സെക്രട്ടറി. സഭയിലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഞങ്ങൾ ചെയ്യുവാനും ദൈവദാസനും കുടുംബത്തോടും ദൈവമക്കളോടും കൂടെ ചെയ്യുവാനും എല്ലാം ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ വന്ന് ഞങ്ങള് ചെമ്മലയിൽ വേറൊരു വീട് പണിതു. ചെമ്മല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ വീട്. ആ മോൻ മുഖാന്തരം വീട് 3ാമത്തെ വീടാണ് അവിടെ പണിതു വാർക്കയായിട്ട്. അങ്ങനെ പണി തീർത്തപ്പോൾ കുടിക്കാൻ വെള്ളമില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് കിണറില്ല മലയിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പൈപ്പ്, അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മോളുണ്ടായത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മോന് 10 വയസ്സുള്ളപ്പോഴാണ് എനിക്കൊരു മോളുണ്ടായത്. അങ്ങനെ അവളെ ദൈവസന്നിധിയിൽ ഒരു വയറിനൊരു കമ്പനം പോലെ ഒരു വിഷമം ഉണ്ടായി. ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ 18 വയസ്സിൽ ഒരു ദൈവദാസൻ വന്ന് അവളെ കണ്ടപ്പോ, ഇനി നിങ്ങൾ പഠിപ്പിക്കൊന്നും വേണ്ട, ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഇപ്പൊ 11ാമത്തെ ആങ്ങളുടെ പെങ്ങളുടെ ഒറ്റ മാസമായിരുന്നു കല്യാണം. ഫെബ്രുവരി 10-ാം തീയതി മോന്റെ കല്യാണം, 26-ാം തീയതി മോക്കടെ കല്യാണം. അങ്ങനെ ഒരു പൈസ പോലും കൊടുക്കാതെ കോടീശ്വരന്റെ വീട്ടിലാണ് മോളെ കെട്ടിച്ചു. എൻ്റെ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് പെലേനെ കിട്ടും, പറയനെ കിട്ടും എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനും ആൾക്കാരെല്ലാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ അവര് മനുഷ്യരല്ലേ, ഭരിക്കാൻ നേരത്തെ ആരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണം, ആരുടെ ചോരയെ നമുക്ക് ആവശ്യം വന്നെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവര് ഒന്നും അത് അംഗീകരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മോൻ ഞങ്ങളുടെ ജാതിയിൽ നിന്ന് തന്നെ ഒരു കുടുംബമാണ് എൻ്റെ മോൻ കൊണ്ടുവന്നിരിക്കുന്ന മോളെ കെട്ടിയത് ഞങ്ങളെക്കാൾ മേൽ ജാതിയാ. അവര് തിരുനെൽവേലിക്കാരാ, തമിഴ്നാട്ടുകാരാണ്. അവരവിടുന്ന് കഷ്ടത അനുഭവിച്ച് പെരുമ്പാവൂര് വന്ന് രക്ഷപ്പെട്ടു. അവരിപ്പോ സന്തോഷ സമാധാനമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾക്ക് അവരെ മിറ്റത്ത് ചെല്ലാൻ യോഗ്യതയില്ല. ജയിൽ മിനിസ്ട്രിയാണ് അവൻ. സന്തോഷമായിട്ട് അവർ കഴിയുന്നു. അങ്ങനെ ഇത്രത്തോളമായി. അങ്ങനെ ഞാൻ വെള്ളമില്ലാതെ, ഞങ്ങൾക്ക് കിണറില്ല, പൈപ്പിൽ വെള്ളത്തിന് ചെന്നപ്പോൾ ഞങ്ങൾ കൈകൊട്ടുകാര്, പാട്ടുകാര്, അയൽവക്കംകാര്, അതിൽ നിന്ന് കുറച്ച് മദ്യപാനികളുണ്ട്, അവര് ഞങ്ങൾക്ക് എതിരായിട്ട് നിന്നു. ഞാൻ ഇങ്ങനെ വെള്ളം കൊണ്ടുവരാനായിട്ട് കുഞ്ഞു കൊച്ചിനെ ഉറക്കി കിടത്തി. കവിത എന്നാണ് അവരുടെ പേര്, വിനീത എന്നാണ് പേര്. ഞങ്ങൾ 2 പേരുണ്ട് മോക്ക്. വിനീതനെ ഞാൻ ഉറക്കി കിടത്തിയിട്ട്, കുഞ്ഞാണ്, കട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് വെള്ളത്തിന് പോയി. അവിടെ ചെന്ന് കുട അങ്ങോട്ട് വെക്കുകയല്ല, അവിടുത്തെ ഒരു ചേട്ടനാ മതിലേൽ ഒരു ചേട്ടൻ എന്നിട്ട് ബക്കറ്റ് കൊണ്ടുവന്ന് വീശി അങ്ങ് വെച്ചു. നിങ്ങൾക്ക് പാറയെന്ന് വെള്ളം തരണേ യേശു അല്ലേ നിങ്ങളുടെ കൂടെ, പിന്നെ ഞങ്ങളുടെ പൈപ്പിലെ വെള്ളം നിങ്ങൾക്കില്ല, കൈകൊട്ടുകാർക്ക് ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ ബക്കറ്റ് വന്ന് എൻ്റെ തലയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് സ്തോത്രം പറഞ്ഞ് ഞാൻ ഇങ്ങനെ തിരുമ്മിപ്പോ മുഴച്ചിങ്ങോട്ട് പൊങ്ങി. അവിടെ നിന്ന് ഞാൻ വേഗം ബക്കറ്റ് കുടം എടുത്തോണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. പുള്ളി എൻ്റെ കുടം മാറ്റി വെച്ചു, എന്നിട്ട് ബക്കറ്റ് വെച്ചു. ഞാൻ ആ കുടം എടുത്തോണ്ട് വീട്ടിലേക്ക് വന്നു. വന്ന വഴി എൻ്റെ കർത്താവേ, എന്നെ ഇവിടെ
ചെന്നായിക്കടയുടെ കുഞ്ഞാടിനെ അയച്ച പോലെ നീ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. നിനക്ക് വേണ്ടത് ഇവിടെ തരാന്ന് പറഞ്ഞു. എനിക്കൊരു തുള്ളി വെള്ളം എടുക്കാൻ പോലും നിവർത്തിയില്ല കർത്താവെ. ഇത് വിറ്റിട്ട് 2 സെന്റ് സ്ഥലം മതി കിടക്കാൻ. ഇത് 5 സെന്റ് ഉണ്ട്. എവിടെയെങ്കിലും ഈ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടിവിക്കണേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ കൊട അവിടെ ഇട്ടേച്ച് ആ മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോ 7:15 എന്ന് എന്നെ എഴുതി കാണിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോ എന്നിട്ട് കിണർ താത്തുന്ന സ്ഥലം ഞങ്ങളുടെ മുറ്റത്ത് ശകലം ആ ഒരു സ്ഥലം ഇല്ലാന്ന് എനിക്ക് തോന്നിപ്പോയായിരുന്നു. ആ മുറ്റത്ത് തന്നെ ഒരു പൊങ്ങില് നിൽപ്പുണ്ട്. ആ പൊങ്ങിലത്തിന്റെ അടിയിൽ വിരിച്ചിട്ടിരിക്കണം പാറ. എല്ലാം ദർശനം കാണിക്കുകയാണ് കർത്താവ്. വടക്കുന്നും പടിഞ്ഞാറുന്നും വെള്ളം ഒഴുകി വരുന്നു. കിഴക്കുന്നും തെക്കുന്നും വെള്ളമില്ല, ഉറവയില്ല. അവിടുന്ന് 2 ദിവസം വിരിച്ചിട്ടിരിക്കണം, ടൈലിട്ടേക്കണ പോലെ വിരിച്ചിട്ടിരിക്കണ പാറ. അപ്പൊ 15 ഞാൻ സ്ഥാനക്കാരന്റെ മോളായതുകൊണ്ട് 15:7 എന്ന് എഴുതി കാണിച്ചപ്പോൾ 7 വട്ടം 15 കോലെന്ന് എന്റെ മനസ്സിൽ ചിന്ത വന്നു. ദൈവത്തിന് സ്തോത്രം. ചേട്ടൻ വന്നപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു, എന്ത് ചെയ്യണേട്ടാ ഇങ്ങനെ ഒരു ദർശനം കണ്ടു ഞാൻ, ഇതെന്നെ നെറ്റിത്ത് പറ്റിയെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞാൽ കുഞ്ഞഞ്ചേട്ടൻ ബക്കറ്റ് വെച്ച് അടിച്ചാന്ന് പറഞ്ഞു. ഓ കർത്താവ് എന്തോ ഒരു ഇടിയും കൊണ്ടു. നിനക്ക് ഒരു ഇടിയല്ലേ, ഒരു അടിയല്ലേ ഇട്ടുള്ളൂ, സാരമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പിറ്റേ ദിവസം ഞങ്ങൾ അത് അവിടെ കിളച്ച് ചേട്ടൻ ആ പൊങ്ങില്യം വെട്ടി ഞാനും ചേട്ടനും ഇങ്ങടെ മുട്ടിന് താഴെ മണ്ണെടുത്തിട്ടു. അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് ഒരു കെന്റ് താത്തനെ ആളെ ചെന്ന് വിളിച്ച് അവർ 1000 രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ ആ പണി തുടങ്ങി. ആ ഒരു 8ാമത്തെ കോലായപ്പോഴേക്കും പാറയെല്ലാം പൊടിച്ചിട്ടിരിക്കുക. കോട്ടും കണ്ട് വെട്ടിക്കോരിയാൽ മതി, അതുപോലെയായിരുന്നു. കൃത്യം 8ാമത്തെ കോല് വന്നപ്പോഴേക്കും വെള്ളം വന്നു. ശനിയാഴ്ച ഒരു പ്രാർത്ഥന നടക്കണ്ടായിരുന്നു. ചേട്ടൻ പ്രാർത്ഥനയ്ക്ക് പണിക്കാർക്ക് ഞാൻ ചായ കൊടുക്കണമല്ലോ എന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരത്തേന് ഈ വെള്ളം കണ്ടു ഇനി താത്തണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങൾ താത്തിക്കോ, നിങ്ങൾ 15 കോല് വരെ നിങ്ങൾ താത്തിയിരിക്കണം, കർത്താവ് എനിക്ക് കാണിച്ചു തന്നാണ്. അപ്പൊ പറഞ്ഞു, ഇതിന് സ്ഥാനവും ഇല്ല, സ്ഥാനക്കാരനും ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ താത്തി. ഞാൻ പറഞ്ഞു, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ട കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്ഥാനം ഇത്, അതിനും വലിയ സ്ഥാനമില്ല, നിങ്ങൾ താത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. 15ാമത്തെ കോല് അവരങ്ങ് വെട്ടുമ്പോ കിലുന്ന് ഒച്ച കേട്ടു പാറ. ഞാൻ പറഞ്ഞു, ഇനി വടിച്ചു കോരി കയറിക്കോളാൻ പറഞ്ഞു. മുട്ടിന് വെള്ളത്തിൽ നിന്നാണ് അവർ കയറിയത്. ദൈവത്തിന് സ്തോത്രം. ആ വെള്ളം ഇന്ന് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ കുടിക്കുന്നു. ഇപ്പൊ ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ എന്റെ മോന് ഒരു സൈക്കിള് പോയിട്ട് എന്റെ സഹോദരന്റെ കുടുംബത്തില് ഒരു വണ്ടിയിൽ എന്റെ സഹോദരനൊരു ആക്റ്റീവ് ഉണ്ടായിരുന്നു. അതിൽ എന്റെ മോനൊന്ന് കയറിയിരുന്ന് ഓടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എന്നെ പൊക്കിയോ മറ്റൊന്നും പറയുന്നതല്ല, ദേവദാസനെ അനുഭവിച്ച കാര്യമാണ്. ചങ്ക് പൊട്ടിയ ഒരവസ്ഥകളുണ്ട്. അവര് വീടിന് ഈ ബ്ലാക്ക് ഓസൈഡ് ഇട്ടേക്കണ വീട്ടിൽ എന്റെ കൊച്ചിനെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടൊന്ന് കൊയ്യാൻ പോയപ്പോ എന്റെ നാത്തൂൻ ആ കൊച്ചിനെ മിറ്റത്ത് കൊണ്ടുവന്ന് ഇരുത്തി സൂപ്പറൈറ്റും കുറെ കുപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് കഞ്ഞി അതിനകത്തേക്ക് വെച്ചു കൊടുത്തു. കൊച്ച സൂപ്പറൈറ്റ് ഒഴിച്ച് കഞ്ഞി കുടിച്ച് ചാക്കിൽ കമന്ന് കിടക്കുക. ഞാൻ കൊയ്തേച്ച് 3:30 ആകുമ്പോൾ വരുമ്പോഴേ ദൈവത്തിന് സ്തോത്രം. എന്നറിയോ, കുഞ്ഞ് പെരക്കകത്ത് ചെളിയാക്കൂന്നും പറഞ്ഞു. റെഡ് ഓസൈഡ് ഇട്ടേക്കണേ അതിൽ അവൻ ചവിട്ടി ചെളിയാക്കൂന്ന് പറഞ്ഞു. ആ വണ്ടിയിൽ അവനൊന്ന് കയറിയിരുന്നപ്പോ പിച്ചും ഭ്രാന്തും പിടിച്ച് ആ വണ്ടിയിലേക്ക് കയറി. എന്റെ കെട്ടിയോന് പണിക്ക് പോകാനുള്ളതാന്ന് പറഞ്ഞു എന്റെ നാത്തൂൻ. ദൈവത്തിന് സ്തോത്രം. എന്റെ മോൻ 3 വണ്ടി വാങ്ങിച്ചു. ഒരു ബൈക്ക് വാങ്ങിച്ചു, 2 ഓമിനി വാങ്ങിച്ചു. ഇപ്പൊ ഒരു ഓമിനി ഉണ്ട്, ഒരു സ്കൂട്ടർ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം ഈ കർത്താവിനെ അറിഞ്ഞ് ഈ കറുത്ത പുസ്തകം എടുത്തിട്ട് അനുഭവിക്കാത്ത പീഡനയില്ല. എന്റെ അച്ഛൻ എന്നെ കല്ല് വെച്ചെറിഞ്ഞ് എന്നെ ഓടിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്നെ ഓടിച്ച് കല്ല് വെച്ചെറിഞ്ഞിട്ട് എന്റെ വലത്തെ കൈയുടെ ഒരത്തേല് ഇടത്തെ കൈയാണ് എന്റെ അച്ഛന് വശം, ഇടത് കൈക്കാരനാ. ഒറ്റ ഏറും കന്നിട്ട് ഈ വലത് ചെത്തിപ്പൂ വന്ന് വീണ വാശി ഉണ്ടായില്ല. ഞാൻ കൈ ഉയർത്തി സ്തോത്രം വന്നപ്പോ അപ്പൊ തന്നെ ഇരമ്യ പ്രവചനം 14 അധ്യായം വായിക്കാൻ പറഞ്ഞു. ആ 14 അധ്യായം വായിച്ചപ്പോ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ പോലും കർത്താവ് ശിക്ഷ കൊടുക്കും. ആ രാത്രി തന്നെ നടുതളർന്ന് ആശുപത്രി കിടന്നു. 3-ാം ദിവസം MB വറീസിന്റെ ആശുപത്രിയിൽ നിന്ന് ചെന്ന് പ്രാർത്ഥിച്ച് ആ വെയിറ്റും വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിപ്പിച്ചു. അങ്ങനെ അവരെല്ലാം നല്ല സ്നേഹത്തോടെയായി. പിന്നെ പ്രാർത്ഥനയ്ക്ക് അവര് എതിരില്ലാതെയായി. അങ്ങനെ വന്ന് അച്ഛനെ നോക്കാൻ ആരുമില്ലാതെയായി. ഞാൻ തന്നെ ഈ 3 ഏക്കർ പുരയുടെ 3 ആമക്കൊക്കെ എഴുതി കൊടുത്ത അച്ഛനെ ആരും നോക്കാതെ അമ്മ മരിച്ചുപോയി. ആരുമില്ലാതെ എന്റെ മോനാണ് എന്നും പോയി കൂട്ടുകിടക്കും നോക്കും, രോഗം വന്ന ചികിത്സിക്കും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജൂൺ 28-ാം തീയതി എന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഞാൻ 40 ദിവസം ഉപവാസം ഇരുന്നു. ഞാൻ ഇപ്പൊ 2 പ്രാവശ്യം 40 ദിവസം ഉപവാസം ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താന്ന് വെച്ചാല് എന്റെ അച്ഛൻ ഈ കാഞ്ഞിരമറ്റം കടമറ്റം സേവാക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ എന്റെ മോനെ കാഞ്ഞിരമറ്റത്തിന് അടിമ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി ഞാൻ 40 ദിവസം ഉപവാസം ഇരുന്നു. 7-ാമത്തെ ദിവസം ഞാൻ ചമ്പക്കര ഒരു ദൈവദാസന്റെ വീട്ടിൽ, ജോസ് പാസ്റ്റർ വീട്ടിലാണ്. 7 ദൈവദാസന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ 7-ാം ദിവസം ഞാൻ ഒരു ദർശനം കാണുവാണ്. എന്റെ അച്ഛൻ ഒരു കയറയിൽ തൂങ്ങിക്കിടന്ന് ആടണത്
എൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്തു നിന്ന് അങ്ങ് ഇറയത്തേക്ക് കയറുമ്പോൾ 6ാമത്തെ കഴുക്കോലയിൽ തൂങ്ങിക്കിടന്ന് ആടുന്നത് ദർശനം കണ്ടു. ഞാൻ അപ്പൊ തന്നെ അവിടെ എഴുന്നേറ്റ് വന്നു. ഞാൻ പറഞ്ഞു, എന്ത് എഴുന്നേറ്റ മോളെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണുവാണോ. മോളെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അത് നടന്നേ തീരുമെങ്കിൽ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അത് നടക്കും, ഇല്ലേ അത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് 40-ാം ദിവസം 40 ദിവസം ജൂൺ 27-ാം തീയതി പ്രാർത്ഥന 40-ാം ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ജൂൺ 28-ാം തീയതി രാവിലെ അച്ഛന് ശകലം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിൽ പോകാനായിട്ടുണ്ട്. ഇറച്ചിയൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ചാച്ചന്റെ മോൻ വന്നു, കുഞ്ഞിക്കാർത്തി ചേച്ചി അച്ഛൻ മരിച്ചുപോയി, വെല്ലിച്ചൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു വന്നു. ഞാൻ പറയൂ എന്നാ പറ്റിയെന്ന് വെച്ചു. ചേച്ചി ഇപ്പൊ വരണ്ട, പോലീസുകാർ വരണം, വെല്ലിച്ചൻ തൂങ്ങിച്ചാവുകയെന്ന്. ദൈവത്തിന് സ്തോത്രം. വർഷം ജൂൺ 28-ാം തീയതി എൻ്റെ അച്ഛൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറി. അന്ന് ഞാൻ പിന്നെ അപ്പൊ തന്നെ അവിടെ ചെന്നപ്പോ എന്നെ ആ കണ്ട ദർശനം പോലെ എൻ്റെ നേരിട്ട് നോക്കി കിടക്കുക. ഞാൻ വേഗം ചെന്ന് ഇറയത്ത് പടിയെ കയറിയിട്ട് മൂക്കത്ത് കൈ വെച്ച് നോക്കി. അപ്പൊ എനിക്ക് തോന്നുന്നു ശ്വാസം ഉണ്ടെന്നാ. അപ്പൊ ശ്വാസം ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ വേഗം കാലെ പിടിച്ച് പൊക്കിപ്പിടി എല്ലാരും വിളിക്കുക, ഓടി വാ, അച്ഛൻ മരിച്ചിട്ടില്ല, ഓടി വാന്ന് പറഞ്ഞു. ആരും മഞ്ഞില്ല, എൻ്റെ മോളെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇല്ല, അച്ഛൻ എൻ്റെ അടുത്ത് നോക്കി കിടക്കുന്നു. ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്നു. സർക്കിളൊക്കെ വന്ന് ശവം ഇറക്കി കൊണ്ടുപോയി ആങ്ങളമാരെല്ലാം കൊണ്ടുപോയി ദഹിപ്പിച്ചു. കാരണം മുതലെല്ലാം എഴുതി മേടിച്ചു. 3 ഏക്കർ സ്ഥലം 3 ആമക്കൾ എഴുതി മേടിച്ചു. പച്ചവെള്ളം കൊടുക്കൂല. അങ്ങനെ വന്ന് ഞാൻ ഈ 40 ദിവസം ഉപവാസം ഇരുന്ന സമയത്ത് അച്ഛൻ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നെന്ന് ഞാൻ എന്നും ഭക്ഷണം കൊണ്ടു കൊടുത്ത് നോക്കിക്കൊണ്ടിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടാ പോയി, ഞാൻ 40 ദിവസം ഉപവാസം ഇരിക്കുകയാണ്, അച്ഛൻ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ വീട്ടിട്ട് വരണോട്ടോ എന്ന് പറഞ്ഞിട്ട് പോയതാ. അച്ഛൻ വന്നില്ല. അച്ഛൻ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അച്ഛൻ ആ പണി അങ്ങ് ചെയ്തു. അത് അച്ഛൻ ചെയ്തല്ല, അച്ഛന്റെ കൂടെ നിന്ന ശക്തി അച്ഛൻ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് അച്ഛനെ അത് തീർത്ത് കളഞ്ഞു. അങ്ങനെ ആയിരിക്കുന്നു. എന്നെ ഓടിച്ചും തല്ലിയും പിടിച്ചും ബഹളം ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ പടക്കം കത്തിച്ചിടാനും എന്നെ വെട്ടിക്കൊല്ലാനും എൻ്റെ ഭർത്താവിനെ വർക്ക്ഷോപ്പിൽ നിന്ന് വലിച്ചെറുക്കാനും എല്ലാം വന്ന് ആങ്ങളെ എൻ്റെ കൈ കിടന്ന്, എൻ്റെ താഴെയുള്ളവൻ എൻ്റെ കൈ കിടന്ന് മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഇത്രത്തോളം ദൈവം നടത്തിയ ദേശത്ത് തന്നെ ദൈവം നിർത്തി. ഇപ്പൊ വേറെ മോൻ മുഖാന്തരം ഒരു 6 സെന്റ് സ്ഥലം വണ്ടിയിടാൻ സ്ഥലമില്ലാഞ്ഞിട്ട് റോഡ് സൈഡിൽ വാങ്ങിച്ച് ഇപ്പൊ ഈ വീട്ടിലാണ് ഞങ്ങൾ താമസം. പണിയൊക്കെ തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് പണികൾ തീരാനുണ്ട്. ദൈവകൃപയാൽ ദൈവം നടത്തുന്നു. അപ്പൊ എല്ലാവരുമായിട്ട് ഇപ്പൊ എന്നെ കൂടോത്രം ചെയ്ത് തളർത്തിയിട്ട് അമ്മായിയമ്മ കണ്ണോരണം പഴുത്ത് പൊട്ടി അത് എൻ്റെ കയ്യിലേക്ക് ചാടി. ഇപ്പൊ വണ്ടി ഇടിച്ച് നടുവൊടിഞ്ഞ് കിടക്കണം. അതിൻ്റെ ഇടയ്ക്ക് പോയി അതിനെ സംരക്ഷിക്കണം. എല്ലാവരുമായിട്ട് സ്നേഹമായി. ഇപ്പൊ ഇവർക്ക് മനസ്സിലായി ദൈവ സ്നേഹമാണ് ഞങ്ങൾ വിട്ടുപോയത്. ഞാൻ ഈ ചടങ്ങുകൾക്കൊന്നും പോകില്ല, മരിച്ചാലും പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് വരുമ്പോൾ അന്വേഷിക്കുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുമായിട്ട് സന്തോഷവും സമാധാനവും. ഇപ്പൊ ഈ 101 കുടുംബക്കാര്, ഈ വിശ്വകർമ്മക്കാരുള്ളവര് എല്ലാവരും എന്ത് കാര്യം നടത്താനും എന്നെ വിളിക്കാത്ത ഒരു കാര്യവുമില്ല. പിന്നെ ഞങ്ങൾ പിന്നെ 2 പേരും കൂടെ പണിക്കിറങ്ങി. ചേട്ടനും പിള്ളേരെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഞാനും എനിക്ക് പറ്റണ പണി ചെയ്യും, ചേട്ടനും ചെയ്യും. അങ്ങനെ ഞങ്ങള് പണിയെടുത്ത് വീടുണ്ടാക്കി അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരു വീട് പണിക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നു. ആ വീട് പണിക്ക് പോയിട്ട് എനിക്ക് വലിയ കല്ലൊന്നും ചോന്ന ശീലമില്ല. എന്നാലും എങ്ങനെയെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒത്തിരി കടമുണ്ട് എനിക്ക്. ആധാരം എല്ലാം പണയത്തില ഒക്കെ വെച്ചിട്ട് മന്ത്രവാദം ചെയ്തതാ, ആധാരമൊക്കെ പണയം വെച്ച്. അപ്പൊ അത് കാരണം അതിടിപ്പിക്കണം. അനേകർക്ക് കടം ഞാൻ കണ്ടാല് തിരിച്ചറിയുന്ന എല്ലാവരോടും മേടിച്ചിട്ടുണ്ട്. കാരണം ഈ ആസ്പത്രി കിടക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരമില്ല, കൊച്ചു കിടന്ന് വിഷമിക്കണം. അങ്ങനെ ഇരിക്കെ ഈ ഉള്ള കാശും പെരയുടെ കാര്യങ്ങളും എല്ലാം പോയില്ലോ. 200 കല്ലും 4 ഉത്തരവൊഴികെ എല്ലാം വിറ്റു. ഞാൻ ഉടുക്കണ തുണി വരെയും വിറ്റു. അങ്ങനെയാണ് രക്ഷിക്കാന്ന് വിചാരിച്ചു. എന്നിട്ടും രക്ഷയില്ലാണ്ട് എങ്ങനെ വന്നെ. അപ്പൊ ഞാൻ ഈ കടം തീർക്കാലോ എന്നോർത്ത് പണിക്ക് പോയി. അപ്പൊ ഒരു പണിസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വാനം ഒത്തിരി ഈ ഞാൽക്കണ്ടമാ. അപ്പൊ അതിനകത്ത് വാനം വെട്ടുമ്പോ ഒത്തിരി താഴ്ചല വലിയ കല്ലിടണം. അപ്പൊ ഞാൻ ഈ കല്ല് ചുമക്കാനാ പോണത്. ഞങ്ങള് 3 പെണ്ണുങ്ങളുണ്ട്, 2 കൊച്ചു പിള്ളേരാ. പിന്നെ ഞാൻ അച്ഛരെ മുതിർന്നുള്ളു. ഇപ്പോഴത്തെ ശരീരമൊന്നുമില്ല, ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ മാനസികമായിട്ടൊക്കെ നമ്മൾ ശാരീരികമായിട്ടൊക്കെ തളർന്നിരിക്കുക. കാരണം ഭക്ഷണം കട്ടൻ ചായയാണ് എൻ്റെ ആഹാരം ഇപ്പോഴും. അതേട്ടോ, ദൈവത്തിന് സ്തോത്രം. കട്ടൻ ചായ കുടിച്ചാലും വണ്ണം വെക്കുവോ? ഇപ്പൊ കട്ടൻ ചായ മാത്രമാണ് എൻ്റെ ആഹാരം. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു മരുന്നൊന്നും അങ്ങനെ കഴിക്കാറില്ല. എന്ത് അസുഖം വന്നാലും ആസ്പത്രി പോകുന്ന പരിപാടിയില്ല. ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ ആ കല്ല് ചുവന്നുണ്ട്. കല്ലിന്റെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് വഴി ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഈ വാനം ഇങ്ങനെ കോരിയിട്ടിരിക്കല്ലേ, അതിന്റെ നടുക്കോടെ പോണത്. ഈ വഴി ശരിയല്ല എന്ന് നോക്കിയപ്പോ ആ മെക്കാട് ചെറുക്കനോട് ഞാൻ പറഞ്ഞു, മോനെ
എടാ മോനെ, ഈ കട്ടൻ ചായ കുടിച്ച ചിത്രം വലിയ കല്ലിന്റെ അടികളെ ചേച്ചി പോകൂലടാ, ഇതിൽ ആ കൂടെ ഒന്ന് വെക്കുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു ചേച്ചി വലിയ കല്ലിടണം, അതുകൊണ്ട് വാന ഇത്തിരി താഴ്ചയാണ്, വലിയ കല്ലിടണം ഫൗണ്ടേഷനിലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എന്നാ വഴി നീ ഒന്ന് നോക്കടാ, ആ വഴി ശരിയല്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇനി മെയിൻ റോഡ് കെട്ടിയിട്ട് ചേച്ചി വണ്ടി കല്ലും കൊണ്ട് പോയാൽ മതിയെന്ന്. അവനാ മമ്മട്ടിയും കൊണ്ട് ഒന്ന് തട്ടി നിരത്തിയാൽ മതി. അവനാ വലിയ ആളായിട്ട് അവനങ്ങ് പറഞ്ഞു ചേച്ചി ഇനി മെയിൻ റോഡ് കെട്ടിയിട്ട് കല്ലും കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നാ പിടിക്കട മോനെ എന്ന് പറഞ്ഞു. പിടിക്കട മോനെ എന്ന് പറഞ്ഞ കല്ലിൽ ചെന്ന് ഇങ്ങനെ തൊട്ടിട്ട് എന്റെ കർത്താവെ ഞാൻ ഇതിന്റെ അടികൂടെ പോവും അപ്പാ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു. 4 ആണുങ്ങൾ, വലിയ 4 ആണും 4 പെണ്ണുങ്ങളും കൂടെ പിടിച്ചിട്ട് പൊങ്ങൂല. അങ്ങനെ ഒരു പ്രകാരത്തിൽ താങ്ങി എന്റെ തലയിൽ ഒരു പർവ്വതം പോലെ ഒരു കല്ല് തലയിൽ. ഞാൻ ഒരടി വെച്ച് 2 അടി വെച്ച് 3, 4, 5ാമത്തെ കാല് വെക്കുമ്പോ ഈ പോകുന്ന ഇതില് ഒരു ഭയങ്കര മടയുണ്ടായിരുന്നു, എലിമട. ആ വലത്തെ കാലങ്ങ് ഇറങ്ങി അങ്ങ് പോയി. വലത്തെ കാല് ഒടി വരെ എന്റെ കാലങ്ങ് ഇറങ്ങി. ഒരു കാലം മുട്ടം കൊടുക്കി. കല്ല് പുഷ്പം എടുത്ത് കളഞ്ഞതുപോലെ ആരോ മുന്നോട്ട് തള്ളി അങ്ങിട്ടു. മുന്നോട്ട് തള്ളി അങ്ങിട്ടിട്ട് ഈ ആൾക്കാർ ഓടി വന്നപ്പോ എന്നെ കാണാൻ പാടില്ല, ഞാൻ മുട്ടുകുത്തിയിരിക്കല്ലേ, ഒരു കാല് കുഴിക്കകത്താ. അപ്പൊ ഈ കല്ലങ്ങ് പൊങ്ങി നിന്നിട്ട് എന്നെ കാണാൻ പാടില്ല. എന്ത് സംഭവിച്ചു എല്ലാവരും പേടിച്ച് ഓടി വന്നു. തലമുടി നാരെ നിങ്ങളുടെ വെള്ളം ഒഴുക. ഞാൻ പറഞ്ഞ എന്നെ തൊടരുതെന്ന്, കൈകൊണ്ട് കാണിച്ചെന്നെ തൊടരുതെന്ന് പറഞ്ഞ് ഇവര് വന്ന് വലിക്കും, അത് കാരണം തൊടരുതെന്ന് പറഞ്ഞു. കുറച്ചു നേരത്തെ മിണ്ടാല. അപ്പൊ ചങ്കൊടിഞ്ഞു എന്ന് എന്റെ ധാരണ. ഒരു വേദന ഇങ്ങ് വന്നിട്ട് ചങ്കില് വങ്കൊടിഞ്ഞ് വട്ടം വേദന ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര വിഷം. മുടിനാരേന്ന് വെള്ളം ഒഴുകുക. ആൾക്കാർ പേടിച്ചു പോയി. പതുക്കെ പതുക്കെ വലിച്ച് ഊരി എടുത്തു കഴിഞ്ഞ് ഒരു വീട്ടെ കൊണ്ടുവന്ന് വീടിന്റെ അടുത്ത് കൊണ്ടുവന്ന് ചാരി നിർത്തിയിട്ട് മോളെ എന്നെ മിണ്ടാൻ പാടില്ല, കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു. കുറച്ച് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വടോടാശുപത്രിയിൽ കൊണ്ടുപോയി എന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, 5-6 ഗുളികയും തന്നു. ഇന്നാണെങ്കിൽ അപ്പൊ തന്നെ എക്സ്റേ എടുത്ത് നോക്കും. അന്ന് ഇതൊന്നും ചെയ്യാനും ആരുമില്ല, ഒന്നുമില്ല. പണിക്കാര് ഉടമസ്ഥന് ഇനി ഇതും കൊണ്ട് നടക്കണ്ടല്ലോ എന്നോർത്ത് പുള്ളിയെ വടോട് വരെ ഒന്ന് കൊണ്ടുപോയി എന്നുള്ളൂ. അങ്ങനെ വന്ന് പിന്നെ എനിക്ക് ഒരു സാധനം തലയിൽ വെക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഒരാഴ്ചത്തേക്ക് പണിക്ക് വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പണിക്ക് വന്നപ്പോ ഒരു സാധനം, ഒരു ചട്ടി സിമെന്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് തല വെക്കുമ്പോ ഈ കഴുത്തിന്റെ ഇവിടെ നടുവിന്റെ ഇവിടെ ഇങ്ങനെ കുളത്തിലിട്ടോണം, കുളത്തങ്ങ് പിടിക്കും. ഇങ്ങനെ കുളത്തിലിട്ടോണം പിടിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി എന്നാ ഇരിക്കും എന്ന് ഓർത്തു. അപ്പൊ ഞാൻ അവിടെ ഉടമസ്ഥനോട് പറഞ്ഞു, രവിചേട്ടാ എനിക്ക് ഇന്നതുപോലെ ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. അന്ന് ചേച്ചി ഒരു കാര്യം ചെയ്യും, പരിക്കം കൂട്ടി കൊടുത്താൽ മതി, ചേച്ചി വേറെ ഒന്നും ചെയ്യണ്ട, പരിക്കം കൂട്ടി കൊടുത്താൽ മതി, അപ്പൊ തല വെച്ച് ചുമക്കുകയും വേണ്ടല്ലോ, മമ്മട്ടി എടുത്ത് ഇത് പരിക്കം കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിക്കം കൂട്ടി കൊടുത്തോണ്ടിരുന്നു. ലാസ്റ്റ് അങ്ങനെ അങ്ങ് പോയി. ഒരു 9 കൊല്ലം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 9 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ഇരുന്ന പേരെ ഒന്ന് പൊളിച്ച് പണിയാൻ നേരത്ത് 35 ചാക്ക് സിമെന്റ് അന്ന് വരുന്നത്. ആ സിമെന്റ് ഈ തൊണ്ട തന്നെയാണ്, വഴിയില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഈ തൊണ്ട ഉള്ളൂ, സ്കൂട്ടറൊക്കെ കയറി വരുന്ന വഴിയുള്ളൂ. അപ്പൊ ഞാൻ ആ ചാക്ക് സിമെന്റ് പിടിച്ചു കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ 2 കൊണ്ടുവരാന്ന് കരുതി ഞാൻ ഒരെണ്ണം പിടിച്ച് തലയിലേക്ക് വെച്ച്. അപ്പോഴേക്ക് എനിക്ക് ഭയങ്കര വിഷമായി. ആ ഒരു ചാക്ക കൊണ്ടുവന്നുള്ളൂ. വാർക്കയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെ കിടന്നു, പണിയെല്ലാം കഴിഞ്ഞ് ഇവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മോനെ കൂട്ടാത്തിന് ഇച്ചിരി മീൻ വാങ്ങിച്ചു വരാൻ പറഞ്ഞു. അവൻ ചൂണ്ടിപ്പോയി മീൻ മേടിക്കാൻ പോയി. ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെന്ന് മുന്നേ കട്ടിലേക്ക് കിടന്നു കഴിഞ്ഞ് കൊച്ചു മീനും കൊണ്ട് വന്നപ്പോ ഞാൻ എണിക്കൂല. എന്റെ നടുവിന് എണിക്കാൻ പറ്റണില്ല, എന്റെ ശരീരം അങ്ങ് തളർന്നുപോയി, എണിക്കാൻ പറ്റണില്ല. അങ്ങനെ മെഡിക്കൽ മെഷീനിൽ അപ്പൊ തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്തപ്പോഴാണ് നടുവിന്റെ 3 ഡിസ്ക്, കഴുത്തിന്റെ 3 ഡിസ്ക് ചേർന്നിരിക്കുകയാണ്, ഞരമ്പ് അതിൽ ഞെരുങ്ങിയിരിക്കുക. ഇനി എന്ത് ചെയ്യും, ഓപ്പറേഷൻ അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓപ്പറേഷത്തിന് എങ്ങനെയാ, 3 ലക്ഷം രൂപയാവും. ദൈവത്തിന് സ്തോത്രം. 3 ലക്ഷം പൈസ എടുക്കാനില്ല, കടവും കടത്തിന്റെ കൂടുക. കർത്താവ് നടത്തും. ഇന്ന് വരെ ദൈവദാസനെ ഒരു സഭയിൽ നിന്നും, ഞാൻ അനേക സഭകളിൽ അത് കഴിഞ്ഞു പ്രാർത്ഥനയ്ക്ക് പല സ്ഥലങ്ങളിലും പോയി, നമ്മുടെ സഭയിൽ പ്രാർത്ഥന ഇല്ലാത്ത പലയിടത്തും പോയി. ഒത്തിരി ദൈവദാസന്മാരായിട്ട് എനിക്ക് പരിചയമുണ്ട്. എനിക്കൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടെന്ന് മനസ്സിൽ തോന്നണതിന് മുമ്പ് എന്നെ ഏതെങ്കിലും ദൈവദാസന്മാർ വിളിക്കും പ്രാർത്ഥിക്കാൻ. അങ്ങ് പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചിരിക്കും, എന്നാ സിസ്റ്റർ ഒരു പ്രയാസം പോലെ കാണണമെന്ന് ചോദിച്ച് എന്നെ വിളിച്ചിരിക്കും. അങ്ങനെ ഒത്തിരി ദേവദാസന്മാരായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് എവിടെയും എനിക്ക് പോകണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ആർത്തിയാണ്, വചനം കേൾക്കാനുള്ള ആർത്തിയായിട്ട് ഓട്ടമായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും. അപ്പൊ മോൻ പറഞ്ഞു എന്തെങ്കിലും സ്ഥലം വിറ്റിട്ടായാലും അമ്മയുടെ ഓപ്പറേഷൻ നടത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു 2-3 ആസ്പത്രി പോയി. എറണാകുളത്ത് പോയി, എറണാകുളത്ത് ലിസി പോയി, എറണാകുളത്ത് മെഡിക്കൽ സെന്ററിൽ പോയി, മെഡിക്കൽ ട്രസ്റ്റിൽ പോയി. മെഡിക്കൽ സെന്ററിൽ ചെന്നപ്പോ പറഞ്ഞു 6 മാസം നിങ്ങൾ ജീവിച്ചിരിക്കില്ല, ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം.
അപ്പൊ മോൻ പറഞ്ഞു, അപ്പൊ മോൻ ഒരു ഓമിനി മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചി വണ്ടി വിറ്റിട്ട് അമ്മച്ചിയുടെ ഓപ്പറേഷൻ ചെയ്യണം. ശരി, അതൊക്കെ തീരുമാനിച്ചു. അപ്പൊ നാളെ വന്ന് അഡ്മിറ്റ് ആവാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരാന്തട്ട് ഇറങ്ങിയപ്പോ എനിക്ക് ഡോക്ടർ ഒന്നോടെ കാണണമെന്ന് തോന്നി. മോൻ ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആ ചീറ്റും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നു. സാറേ, ഈ ഓപ്പറേഷൻ നടുവിന്റെ വിഷയമല്ല, ഡിസ്ക് മാറ്റി വെക്കണം, നടുക്കുള്ള ഡിസ്ക് ഞെരിഞ്ഞിരിക്കുക, ഒക്കെ സ്കാനിങ് കാണിച്ചു തന്നു. കഴുത്തിന്റെ ഈ തലയുടെ ഇങ്ങോട്ട് ചേരുന്നത് മുതൽ 3 ഡിസ്കാണ് അത് ചേർന്നിരിക്കണം, വളഞ്ഞിങ്ങനെ ഇരിക്കുക, ഞെരിഞ്ഞിരിക്കുക. അപ്പൊ പറഞ്ഞു, അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണ്, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം 99% എനിക്ക് പറയാൻ പറ്റില്ല, പിന്നെ ദൈവത്തിന്റെ കയ്യിലായല്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ലാസ്റ്റ് പറഞ്ഞത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. എന്നതാന്ന് ചോദിച്ചു. ദൈവത്തിന്റെ കൈ കൊടുക്കാം. ഞാൻ പറഞ്ഞു, അത് ശരി, ദൈവത്തിന്റെ കൈ കൊടുക്കുക. ഇത്ര 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ മുടക്കി ഓപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ ചിലപ്പോ ഒരു തളർന്നു കിടക്കാൻ സാധ്യതയുണ്ട്, കോമയിലായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പൊ എനിക്ക് ശരിക്കും ബോധം വെളിവൊക്കെ ഉണ്ട്, വേദനകളൊക്കെ ഉള്ളു. അപ്പൊ ഇനി കോമയെ കിടന്ന് എന്റെ കുഞ്ഞുങ്ങളെ നരയിക്കുന്നേക്കാളും ഭേദം എനിക്ക് ഇങ്ങനെ തന്നെ പോവാൻ നല്ലത്. ചോറെത്തുന്നിടത്ത് കൊട്ട വയ്ക്കും, പോട്ടെ വണ്ടി എന്ന് പറഞ്ഞ് ആ ചീട്ടും കീറി കളഞ്ഞിച്ച് പോന്നു. അന്ന് 9 വർഷം കഴിഞ്ഞപ്പോഴായി ഇത്. ഇപ്പൊ 35 വർഷമായി ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട്. ഇന്ന് വരെയും കർത്താവ് നടത്തി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അത്ഭുതകരമായി നടത്തി. അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ഭയങ്കര ഒരു ബ്രാഹ്മണ സർപ്പാണ് ഇരിക്കുന്നത്, എൻ്റെ സ്വന്തം വീട്ടില്. അത് നമ്പൂരിമാര് 3 പേര് വന്നാണ് പൂജയും കർമ്മങ്ങളും വർഷം തോറും ചെയ്യുന്നത്. അതില് ഈ നാടിമാര് വന്ന് അതിൽ തേനെടുത്തു. അപ്പൊ എൻ്റെ അമ്മ മാത്രമേ അവിടെ ഉള്ളൂ. അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, അച്ഛൻ ഉപദ്രവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അമ്മ എന്നും പ്രാർത്ഥിക്കുമ്പോ നിലവിളക്ക് വെക്കുമ്പോ എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് വെക്കണോട്ടോ എന്ന് ഞാൻ പറഞ്ഞ് കൊടുത്തു. അങ്ങനെ അമ്മ ചെയ്യാറുന്നുള്ളൂ. അപ്പൊ ഒരു ദിവസം ഇവര് വന്ന് തേനെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചോദിച്ചു, അയ്യോടാ നീ സർപ്പത്തിൽ കയറി തീണ്ടിയോ, എന്റെ ദൈവമേ എന്നാ ചെയ്യണേ, സർപ്പത്തിൽ കയറല്ലേ മോനെ, എന്തിനാടാ നീ അതിട്ട് കയറിയത്, എന്റെ പാടിങ്കോലെ വേണ്ട തേനിരിക്കുക, അത് എടുക്കാനായിട്ട് കയറുകയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് തേനും കൊണ്ടും പോയി അമ്മയ്ക്ക് പുകച്ചില് നീരങ്ങോട്ട് വെച്ച്, കണ്ണും മുഖവും എല്ലാം അറിയാൻ മേല, നീര് വെച്ചിട്ട് കണ്ണിന് വേദന, ചോക്കാന്ന് കണ്ണങ്ങ് ചുമന്ന് ഭയങ്കര വെള്ളം ഒഴുക, ഭയങ്കര വിഷമം. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്നപ്പോ ഞാനൊന്ന് വെള്ളിയാഴ്ച ഉപവാസം, 3-4 ദിവസമായിട്ട് 7 ദിവസത്തെ ഉപവാസം ഇരിക്കണം. ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ അങ്ങ് ചെല്ലണത്. എന്നും ഉപവാസം എടുത്താൽ ഞാൻ വീട്ടിൽ ചെല്ലുള്ളൂ, അത്ര കൂടിയ പിശാച് അവിടെ ഇരിക്കണേ. അത് കാരണം കൊണ്ട് പ്രാർത്ഥനയോടെ ചെല്ലുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയുടെ പേർക്ക് ഇങ്ങനെ ഇരിക്കുക, ഇതെന്നെ പറ്റുമെന്ന് വെച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞു. അങ്ങനെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അമ്മേ നീ എന്ത്, മോനെ ഓടിച്ചെന്ന് അച്ഛൻ തടിവെട്ട് ഉറക്കായിരുന്നു എൻ്റെ അച്ഛന്. അപ്പൊ പറഞ്ഞ് അച്ഛൻ താണിച്ചോട്ടി തടി വെട്ടോ, മോൻ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് ആമയുടെ 2 കരിക്ക് കൊണ്ട് കൊടുത്ത് നേദ്യം കഴിച്ചാൽ മാറിക്കോളൂ, അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അച്ഛനെ ഒന്നും വിളിക്കണ്ട, അത് കർത്താവ് ഇപ്പൊ സൗഖ്യപ്പെടുത്തുന്നു. കെന്റി ചെന്ന് തുടിച്ച് വെള്ളം കോരിയിട്ട് 1 കപ്പ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് കുടിക്കാനും കൊടുത്തു. അമ്മയുടെ തലേക്കടി അങ്ങ് ഒഴിച്ചു. ആ വെള്ളം ഇറങ്ങുന്നത് പോലെ നീരങ്ങിറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോ 1 കപ്പ് വെള്ളോടെ എടുത്തിട്ട് ഞാൻ അത് പ്രാർത്ഥിച്ച് നേരെ സർപ്പത്തിലേക്ക് നോക്കി. സർപ്പത്തിലേക്ക് അങ്ങ് ഈ ചിത്രകൂടമൊക്കെ കല്ലും കൊണ്ട് ഇങ്ങനെ ചിത്രകൂടമൊക്കെ പണിതിട്ട് അതിന്റെ അടിയിൽ മുട്ടയും കുഞ്ഞും ഒക്കെ വെച്ചേക്കാണ്. സ്വർണത്തിന്റെ മുട്ട, വെള്ളിയുടെ മുട്ട, കുഞ്ഞുങ്ങള്, പാമ്പിന്റെ ഇതൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. പാമ്പല്ലാതെ വരും, ഇവര് രൂപങ്ങളെ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പൊ ഞാൻ അതിന്റെ അകത്തേക്ക് കയറി, അകത്തേക്ക് അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് കേറിയിട്ട് സ്തോത്രം തീയില് നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ അങ്ങ് കയറിയിട്ട് എന്റെ വലത്തെ കാലും കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ദുഷ്ട പിശാച് ദേശത്ത് കാണരുത്, വിട്ടു പൊക്കോളെന്ന് ഒറ്റ ചവിട്ട കൊടുത്തു. ആ ചവിട്ടിയോടുകൂടി കല്ല് ചിത്രകൂടം അങ്ങ് മാറി. ആ മറിഞ്ഞപ്പോ വേണ്ട സ്വർണത്തിന്റെ മുട്ടയും കുഞ്ഞും ഒക്കെ തെറിച്ചുള്ളത് ഇരിക്കുക. അവിടെ പ്രാർത്ഥിച്ച് ആ വെള്ളം അങ്ങ് തളിച്ചിട്ട് സർപ്പത്തിന് ചേറ്റിയാണെന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പൊ വീട്ടില് മിറ്റത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഇവിടുന്ന് പോയി എന്നുള്ളത് എനിക്ക് അടയാളം തരണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് പെരുത്ത ആഞ്ഞിലി, വട്ട, മരങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഈ ദേശത്ത് നിന്ന്, ഈ പറമ്പിൽ നിന്ന് പോയി എന്നുള്ള അടയാളം എനിക്ക് തരണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് അടയാളം തരണം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പടപടപടാന്ന് 11 മണി സമയത്ത്, കാറ്റില്ല മഴയില്ല, നല്ല വെയിലുദിച്ചിരിക്കുന്ന സമയത്ത് ആഞ്ഞിലി മറിഞ്ഞങ്ങ് ചാടി. ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞു. അവിടെ നിന്ന് അങ്ങ് ആരാധിച്ചു, മുറ്റത്ത് നിന്ന് ആരാധിച്ചിട്ട് ഞാൻ ഇന്ന് ആ സർപ്പത്തിനകത്ത്, എന്റെ മൂത്ത ആങ്ങളുടെ വീടാണ്, അതിനകത്ത് സെപ്റ്റി ടാങ്ക, ബാത്റൂമിന്റെ സെപ്റ്റി ടാങ്ക്, ആ ദേശത്തടുക്കാൻ മേലാത്ത സ്ഥലത്ത് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോന്നിട്ട്
ആ സർപ്പവും ഇല്ല. ഇപ്പൊ അവിടെ റബ്ബറും വെച്ചു, സെപ്റ്റി ടാങ്കാണ് അവരിപ്പൊ. എന്റെ ആങ്ങളുടെ മൂത്ത മോൻ അവിടെ താമസിക്കണു. അവര് നല്ല ഈ സർപ്പം അവിടെ ഉണ്ടായിരുന്ന അവര് നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോയേനെ. ഇപ്പൊ അവർ അടിക്കടി അവരും ഉയർന്ന്, അവര് ദൈവത്തെ വിശ്വസിക്കുന്നില്ല എങ്കിലും അവർക്ക് സന്തോഷം, സമാധാനം. മക്കളൊക്കെ വലിയ എഞ്ചിനീയറും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. അങ്ങനെ ഈ സർപ്പം പോയോടുകൂടി എല്ലാവർക്കും ഭയമായി. ദൈവത്തിന് സ്തോത്രം. എന്റെ നേരെ ചെമ്മലമുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞ് എന്റെ നേരെ ഒരെണ്ണം നിൽക്കൂല. എല്ലാവർക്കും ബുദ്ധിമുട്ട്. ആരും എന്റെ നേരെ ഇപ്പൊ ഒരു കാര്യവും പറയില്ല. എല്ലാവർക്കും പേടിയാ. അവർക്ക് പേടി, എനിക്ക് അവരോട് സ്നേഹമാ. ദൈവം അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ 3 വയസ്സ് മുതൽ എൻ്റെ അച്ഛന്റെ തൊടയിൽ കയറിയിരുന്ന് ഉടുക്കോട്ട് പാട്ട് ഗണപതിക്ക് വെക്കുന്നത് പോലെ ആവി കഴിഞ്ഞ് വരുന്നത് വരെ കൈ ഉടുക്ക് കൊട്ടി പാടാൻ പഠിച്ചവളാ ഞാന്. അതുപോലെ 2 ശരണം വിളിച്ച അപ്പ തുള്ളും. എവിടെയും തുള്ളുമായിരുന്നു. ആവിയൊക്കെ പൂട്ടിയിട്ട് തുള്ളണയിലും തുള്ളും, ഏതിലും തുള്ളും. ശരണം വിളിച്ചാൽ മതി, അപ്പ തുള്ളും. ശബരിമലയ്യപ്പനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ദൈവം. ഞാൻ കഞ്ഞി വെച്ചില്ലേലും പഞ്ചമുദ്രയാണ് അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. ഇതെല്ലാം കൊടുത്തു പോന്നതാ. അതെല്ലാം ആ തുള്ളലെല്ലാം എല്ലാം എൻ്റെ കർത്താവ് സൗഖ്യം തന്നു. എൻ്റെ മോനിപ്പൊ 40 വയസ്സ് മുമ്പ് വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ ശബരിമല എങ്ങനെയാ ഇരിക്കണേന്ന് കണ്ടിട്ടില്ല. 12 വയസ്സ് വരെ വിട്ടേക്കാം. അത് കഴിഞ്ഞ് അവൻ തന്നെ പൊക്കു അച്ഛൻ നേർന്നേക്കണതാ. ഇന്ന് വരെ ശബരിമല എങ്ങനെയാ ഇരിക്കണേന്ന് എന്റെ കൊച്ചു കണ്ടിട്ടില്ല. TV പോലും കണ്ടിട്ടില്ല. TV-യിൽ അങ്ങനെയുള്ളതും വെക്കാറുമില്ല ഇവിടെ. എല്ലാം വാർത്ത കേൾക്കും, പിന്നെ പ്രസംഗങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇത്രത്തോളം ദൈവം നടത്തി അത്ഭുതകരമായിട്ട് നടത്തുന്നു. ദൈവത്തിന്റെ വേല ചെയ്യുന്നു. കിട്ടുന്ന സമയം എല്ലാം ദൈവവേല ചെയ്യുന്നു. അങ്ങനെ പോണു. ദൈവത്തിന്റെ നാമത്തില് എനിക്ക് മുന്നിൽ വരാനും ഈ എന്റെ സാക്ഷ്യം പറയുവാനും എല്ലാം ആയിരങ്ങൾ, ഒത്തിരി ആൾക്കാര്. ഞാനൊരു സഭകളിൽ ഞാൻ പരസ്യയോഗം നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ നാട്ടിൽ തന്നെ. ഞാൻ വണ്ടിയുടെ പുറത്ത് നിന്ന് പരസ്യം, ഞാനൊരു പാട്ട് പാടും. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലു മരം കൊണ്ടു പല രൂപം തീർത്ത് കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം. കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം. ഏകസത്യ ദൈവമേയുള്ളൂ. ചത്തമാത്യാത്മാക്കളൊന്നും ദൈവമെന്നു കരുതേണ്ട. 10 100 ദൈവങ്ങൾ, സത്യദൈവമൊന്നേയുള്ളൂ. പഞ്ചഭൂത നിർമ്മിതമായി വഞ്ചനയില്ലാത്തവനായി കിഞ്ചനേരം കൊണ്ടാകില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്ത ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഭർഷിക്കാൻ അസാധ്യമായി, ദർശിപ്പാൻ അസാധ്യനായി, സർവരൂപേകരൂപനായി, ഉർവിയിൽ തുല്യമില്ലാത്തോൻ ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പാട്ട് പാടിയിട്ട് ഞാൻ അങ്ങ് പ്രസംഗിക്കുക. എൻ്റെ സാക്ഷ്യം മുഴുവൻ വിളിച്ചു പറയും. അങ്ങ് വിളിച്ചു പറയുമ്പോഴേക്കും ഒരു സ്ഥലത്ത് മാത്രം ഈ സാക്ഷ്യം പറഞ്ഞപ്പോ കുരിശ് കത്തിച്ച കാര്യം അനുഭവം ഉള്ളത് പറഞ്ഞു പോയില്ലേ. ദൈവത്തിന് സ്തോത്രം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പള്ളിക്കാര് കുറച്ച് പേര് പിറുപിറുത്തു. ആരും എൻ്റെ നേരെ ഒന്നിനും വന്നില്ല. ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. അത് കാരണം കൊണ്ട് അവരാരും എന്നോട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിറുപിറുത്തു. അത് കൊച്ചങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന പള്ളിക്കൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് കാരണം ഞാൻ പറഞ്ഞു. ദൈവത്രത്തോളം നടത്തുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരോമ TV-യിൽ കടന്നു വരുവാനും എൻ്റെ സാക്ഷ്യം പറയുവാനും എല്ലാം ദൈവം ഒരുക്കിയതിന് ദൈവദാസനോടും പാസ്റ്റർ ദാനിയേൽ ജോൺ പാസ്റ്ററുകളോടും പിന്നെ ആരോമ TV പ്രേക്ഷകരോടെല്ലാം ദൈവനാമത്തിൽ നന്ദി പറയാണ്. ഇത്രത്തോളം ദൈവം എനിക്ക് ഇതിൽ കയറി വരാൻ തക്കവണ്ണം ഞാൻ ഒത്തിരി സാക്ഷ്യം പറഞ്ഞു. പല സ്ഥലങ്ങളിലും എൻ്റെ സാക്ഷ്യം കേട്ട് അനേകർ ദൈവത്തെ അറിയാൻ ഇടയായിട്ടുണ്ട്. അനേകം ദൈവമക്കളെ നേടാനിടയായിട്ടുണ്ട്. എന്നാൽ ഇവിടം വരെ എത്തിച്ച ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ 2-3 പേരെ പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ അവസരം ഒരുക്കി തരാം, നമ്പർ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയാൽ ഇത്രത്തോളം ദൈവം നടത്തുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അത് രോഗമോ ഭാരമോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇല്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ദൈവവേലയിലാണ് ഞങ്ങൾ കുടുംബമായിട്ട്. അങ്ങനെ പോണു.
തലമുറകളെ ദൈവത്തിന് അബ്രാഹാം കൂടാരം മാറ്റി മാറ്റി അടിച്ചതുപോലെ കുഞ്ഞുങ്ങളോട് എന്നും ഞാൻ വന്ന വഴി എന്നും പറഞ്ഞു കൊടുക്കും. മക്കളെ ഇപ്പൊ നിങ്ങൾ അങ്ങ് കിടക്കുമ്പോ ചാടണ ബെഡേല കിടക്കണേ, അമ്മച്ചി കിടന്ന് പട്ടിക്കിട്ട് കൊടുത്ത ചാക്കേലാണ്. അവിടെ നിന്നാണ് കർത്താവ് കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. ആ കുപ്പയിൽ കിടന്ന് എന്നെ ദൈവം ഉയർത്തി. 35 സങ്കീർത്തനം മൊത്തം എന്റെ കാര്യങ്ങൾ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ അമ്പലത്തിലെ പാട്ടുകളെല്ലാം എഴുതി പാടിക്കൊണ്ടിരുന്നതാ. അതെല്ലാം വിട്ട് ഇപ്പൊ കർത്താവിന്റെ പാട്ടുകൾ തന്നെ എഴുതിയും പാടും ഒക്കെ ചെയ്യും. അങ്ങനെ പോണു. ദൈവത്തിന് സ്തോത്രം. ഇനി ഓർത്തോളൂ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഇത്രയും സമയം തന്ന് എൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട എല്ലാ ആരോമ TV പ്രേക്ഷകർക്കും, എല്ലാ ദൈവമക്കൾക്കും, ദൈവദാസനും കുടുംബത്തിനും എല്ലാ ദൈവനാമത്തിൽ വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്നുവരെയും നിർത്തി ഇനിയും ദൈവം നിർത്തേണ്ടതിന് അനേക ആത്മാക്കളെ നേടണം എന്നാണ് എൻ്റെ ആഗ്രഹം മുഴുവനും. ഒരു ദിവസം പോലും സുവിശേഷം പറയാത്ത ദിവസമില്ല. അനേകരെ നേടിക്കൊണ്ട് ജാതികളെ തന്നെയാണ് ഞാൻ നേടുന്ന മുഴുവനും. എന്നെപ്പോലെ ഞങ്ങൾ വിഗ്രഹാരാധികളെ തന്നെയാണ്. ഇന്ന് 2 മക്കളെ ദൈവസഭയിൽ വരാനായിട്ട് പറഞ്ഞ് അവര് പോരുന്ന സമയത്ത് അവരുടെ ആൾക്കാർ വഴിയിൽ വെച്ച് തടഞ്ഞു. അവര് വീടിന്റെ അടുത്തുനിന്ന് 2 പേരെ അവര് പോരാൻ തീരുമാനിച്ചു വന്നു. അപ്പൊ ഞാൻ അവരുടെ വീട്ടിൽ രാവിലെ പോയി. ഞാൻ രാവിലെ പോയത് അവരുടെ ആൾക്കാർ കണ്ടു നിന്നു. അത് കഴിഞ്ഞ് അവര് യാത്രയായി ഇറങ്ങിയപ്പോഴും അവരെ തടഞ്ഞു. എവിടെ പോവാന്ന് ചോദിച്ചു. അങ്ങനെ അവരെ തടഞ്ഞു. അങ്ങനെയൊക്കെ പല പ്രതികൂലങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരുക്കുന്നത് പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോമ TVയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആരോമ TVയിലെ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കും ആരോമ TV പ്രേക്ഷകർക്കും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളും എല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുക. അനേകം ദൈവമക്കൾക്ക് സാക്ഷ്യം പറയുവാനും അനേകം നന്മ പ്രവൃത്തികൾ ചെയ്യുവാനും തക്കവണ്ണം ദൈവദാസനെയും കുടുംബത്തെയും TV പ്രോഗ്രാമിനെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അതിനെ അനുഗ്രഹിച്ച് ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പ്രിയ കാർത്തിയാനിയമ്മ. ഇത്രത്തോളം സമയം കർത്താവ് നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങളെക്കുറിച്ച് അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മഹാ അത്ഭുതങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങിയാൽ നമ്മുടെ ഈ ശരീരത്തിന് അത് താങ്ങുവാൻ കഴിയില്ല. നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ അത് പരിമിതമാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അത് വലിയവയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു അംശം, കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലെ ഉള്ള അനുഭവങ്ങൾ മാത്രമാണ് ദൈവത്തിൽ നിന്ന് നമുക്കൊക്കെ രുചിച്ചറിയുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. ആ ഒരു ചെറിയ ഒരു അനുഭവം പോലും നമ്മുടെ ഈ ശരീരത്തിനും മനസ്സിനും ഒന്നും താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരുവെഴുത്തുകൾ പറയുന്നു, ആകാശം മുഴുവനും അത് പേപ്പറായും സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായും ഭൂമിയിലെ വൃക്ഷങ്ങൾ മുഴുവനും അതിൻ്റെ എഴുത്തുകോലായും ഉപയോഗിച്ചാൽ പോലും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തീർക്കുവാൻ കഴിയത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത്ര വലിയതാണ്, അത്ര അപ്രമേയമാണ് ദൈവത്തിൻ്റെ സ്നേഹവും പരിപാടികളും. അതുകൊണ്ട് അതിനകത്തെ ഒരു ചെറിയ ഒരു കണിക മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത്. പ്രിയ കാർത്തിയാനിയമ്മയുടെ ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ കണിക വന്ന് തട്ടിയപ്പോൾ, ആ പ്രകാശത്തിൻ്റെ ഒരു പ്രകാശത്തിൻ്റെ കണിക തട്ടിയപ്പോൾ, ആ ശബ്ദത്തിൻ്റെ ഒരു ചെറിയൊരു ശബ്ദം ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ അകത്തളത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അത് കാർത്തിയാനിയമ്മയുടെ ജീവിതം ആകമാനമായി മാറുവാനിടയായി തീർന്നു. ആ കുടുംബത്തിനകത്ത് വലിയ മാറ്റം വരുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതം സമൂലം മാറുവാനിടയായി തീർന്നു. അതാണ്
ക്രിസ്തുവിൻ്റെ സ്നേഹം. പ്രിയ കാർത്യായനിയമ്മയുടെ അനുഭവങ്ങൾ കേട്ടു. ജനിച്ചു വളർന്ന ആ സാഹചര്യങ്ങൾ, കടന്നു വന്ന ആ അനുഭവങ്ങൾ, സമാനതകളില്ലാത്ത അനുഭവം. വേറൊരാൾക്കും അതുപോലൊരു അനുഭവം ഒരുപക്ഷെ കാണത്തില്ല. അതിനേക്കാൾ വ്യത്യസ്തമായ അനുഭവം. പ്രിയ കർത്താവിൻ്റെ ദാസി തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ആ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി വിവരിച്ചപ്പോൾ ഇന്ന് എത്ര അത്ഭുതകരമായ അനുഭവത്തിലേക്ക് ദൈവം തമ്പുരാനാണ് കൊണ്ടെത്തിച്ചത്. ഇല്ലെങ്കിൽ എന്നേ മണ്ണോട് മണ്ണ് ചേർന്ന് പോകാമായിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ മഹാസ്നേഹത്താൽ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് പങ്കാളിയായി. സ്തോത്രം. ആ വീട്ടിലേക്ക് ആ സമയത്ത് ഒരു മുൻപരിചയവുമില്ലാത്ത ഒരു വാത്സല്യ സഹോദരിയെ ദൈവം അയക്കുകയും ആ ഭയങ്കരമായ അല്ലെങ്കിൽ ആ കൂട്ടമരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം മഹാകരുണ കാണിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. പിശാച്, വചനം ഇങ്ങനെ പറഞ്ഞു, അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും അല്ലാതെ പിശാച് വരുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ജീവൻ തരുവാനും സമൃദ്ധിയായി ജീവൻ തരുവാനും ഞാൻ വന്നിരിക്കുന്നു. മനുഷ്യൻ ഇത് മനസ്സിലാക്കിയാൽ എത്രയോ കുടുംബങ്ങൾ ഇന്നും രക്ഷപ്പെടുവാനിടയായിത്തീരും. പല കുടുംബങ്ങളെയും പിശാച് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ നടുവിൽ ചില പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവങ്കിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ കാർത്യായനിയമ്മയെ കുടുംബമായിട്ട് കർത്താവ് രക്ഷിച്ചു. കർത്താവിന് ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. ഇന്നും കുടുംബമായി ദൈവത്തെ അറിഞ്ഞ് ദൈവമക്കളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകരോട് സാക്ഷ്യം പറയുവാൻ, യേശുവിനെക്കുറിച്ച് പറയുവാൻ, കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ വലിയ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും അനേകർക്ക് ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി തീരും. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ആമേന് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിക്കുന്നു. പ്രിയ കർത്യായനിയമ്മയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ തിങ്കളാഴ്ചയും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രാത്രി 9 മണിക്ക് പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കതിൽ സംബന്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.